Hello students. Now we will sequence and series chapter questions. Questions are mixed type AP questions, GP questions, special series, different series method, all type of questions. We will questions question paper. Anyway, we will So first question is A1, A2, A3, etc. be terms of an AP. A1, A2, A3 എന്ന് പറയുന്നത് AP ആണ്. AP യുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതിന്റെ nth term എന്താണെന്നും sum of n terms എന്താണെന്നും എല്ലാം നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് എന്താ കൊടുത്തേക്കുന്നത്? If A1 plus A2 plus etc. plus AP എന്ന് വെച്ചാൽ sum of first P terms ആണത്. ഡിനോമിനേറ്ററിലോ A1 plus A2 plus etc. up to AQ sum up to Q terms. അതെന്താണ്? P square by Q square. അപ്പോൾ sum up to P terms divided by sum up to Q terms അഥവാ SP by SQ AP by AQ അല്ല SP by SQ P square by Q square ആണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ A6 divided by A21 ആണ്. അപ്പോൾ അവിടെ S6 by S21 ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 6 square divided by 21 square എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് ആൻസർ പറയായിരുന്നു. പക്ഷേ ഇവിടെ റേഷ്യോ നമുക്ക് ഗിവൺ ഡാറ്റ ഈസ് ഇൻ ദ ഫോം ഓഫ് SP ആൻഡ് SQ. സം ഓഫ് ടേംസിൻ്റെ ടേംസിലാണ് ഇവിടെ ഡാറ്റ തന്നിട്ടുള്ളത്. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ANൻ്റെ ടേമിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ SNൻ്റെ റേഷ്യോനെ ANൻ്റെ റേഷ്യോ. സോ ഹിയർ A1 plus A2 plus A3 plus etc. plus AP divided by A1 plus A2 plus A3 plus etc. AQ is equal to ഇവിടെ AP AQ എന്നാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ ഈ സമ്മേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും AP AQ ഒന്നുമല്ല, അത് SP and SQ ആണ്. ആ ഒരു കൺവേർഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. This is P square divided by Q square. Now this is SP divided by SQ is equal to P square divided by Q square. ഈ S എന്ന് പറയുന്നത് സം അപ് ടു P ടേംസ് സം അപ് ടു Q ടേംസ് ഒക്കെ പറയുന്നത് AP ആയതുകൊണ്ട് തന്നെ ഫോർമുലയൊക്കെ വളരെ സിമ്പിൾ ആണ്. എന്തായിരുന്നു SP വരിക? SN. We know that SN is equal to N by 2 into 2A plus N minus 1 into D ആണ്. So very similarly SP will be P by 2 into 2A plus P minus 1 into D all divided by SQ will be Q by 2 into 2A plus Q minus 1 into D that is equal to P square divided by Q square. ഇവിടെ നമുക്കൊരു 1 by 2 ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഒരു P ഇവിടുത്തെ P സ്ക്വയറുമായിട്ടും Q ഇവിടുത്തെ Q സ്ക്വയറുമായിട്ടും ക്യാൻസൽ ചെയ്യാം. Now what is the ratio? 2A plus P minus 1 into D divided by 2A plus Q minus 1 into D is equal to P by Q എന്നാണ് കിട്ടുന്നത്. ഇതുപോലെയുള്ള റേഷ്യോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായിട്ട് AN ആക്കണം. ഇവിടെ 2A നമ്മൾ AN എന്താണ്? A plus N minus 1 into D ആണ്. പക്ഷേ ഇവിടെ 2A plus B minus 1 into D. അപ്പോൾ ഇവിടുന്ന് 2 പോകണം. അങ്ങനെ 2 പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. നല്ല വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം. AP-ലെ SN-കളുടെ റേഷ്യോ നമുക്ക് AN-ന്റെ റേഷ്യോ ആക്കി കൺവേർട്ട് ചെയ്യാൻ എപ്പോഴും ഉപയോഗിക്കാവുന്ന നോട്ട് ഓൺലി ഫോർ ദിസ് ക്വസ്റ്റ്യൻ ബട്ട് ഓൾസോ for every questions in this kind. ഇവിടെ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് മെത്തേഡ്? റീപ്ലേസ് P by അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, റീപ്ലേസ്മെന്റ് ആണ്. റീപ്ലേസ് P by 2P minus 1 and Q by 2Q minus 1. PQ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. MN ആണെങ്കിൽ N-നെ 2N minus 1 ആക്കുക, M-നെ 2M minus 1 ആക്കുക. ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം. സോ ഹിയർ 2A plus this P will become 2P minus 1 again minus 1. അവിടെ റീപ്ലേസ് ചെയ്യുകയാണ്. റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ P എടുത്ത് മാറ്റുക, പകരം P ഉണ്ടായിരുന്ന സ്ഥലത്ത് 2P minus 1 കൊടുക്കുക. All into D, all divided by 2A plus Q is replaced by 2Q minus 1, again minus 1. 2Q minus 1, again minus 1 D is equal to, ഇവിടെ P നെ replace ചെയ്യുമ്പോൾ we get 2P minus 1 and Q is replaced by 2Q minus 1. Now what happens here? 2A plus 2P minus 1 എന്ന് പറഞ്ഞാൽ 2 into P minus 1 ആണ്. 2P minus 1 is 2P minus 2. അവിടുന്ന് 2 കോമൺ ഫാക്ടർ എടുക്കുക. All into D, all divided by 2A plus. Here 2Q minus 1 that is 2 into Q minus 1 into D is equal to, there is no changes in RHS. 2P minus 1 divided by 2Q minus 1. Now you can cancel 2 from all here. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് Pക്ക് പകരം 2P minus 1 ഉം Qന് പകരം 2Q minus 1 ഉം കൊടുക്കുമ്പോൾ ഈ റേഷ്യോ മാറി AP by AQ ആവുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് കേവലം പഠിക്കുക എന്നുള്ളതിൽ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതല്ല. യു ഷുഡ് ബി കൺവിൻസ്ഡ് വിത്ത് ദിസ്. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം, ഇത് ശരിയാണ് എന്ന് നിങ്ങൾ കൺവിൻസ്ഡ് ആവണം. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് ഇതേപോലെ കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് അത് ഓർമ്മിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എനിവേ ഹിയർ A plus P minus 1 into D divided by A plus Q minus 1. ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ദാറ്റ് ഈസ് 2P minus 1 divided by 2Q minus 1. A plus P minus 1 into D is very simply AP. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ A plus P minus 1 into D ആണ് Pth ടേം, A plus N minus 1 into D ആണ് Nth ടേം. സിമിലർലി സോ AP by AQ is equal to 2P minus 1 divided by 2Q minus 1. Now what is the question? A6 divided by A21. നേരെ തിരിച്ച് A6
എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഹിയർ P is equal to 6 and Q is equal to 21 എന്നാണ് അർത്ഥം. അപ്പോൾ ആ റേഷ്യോ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. Put P is equal to 21 and Q is equal to 6. 6 by 21. Yes, തിരിച്ച്. Put P is equal to 26 and Q is equal to 21. So we get ഇവിടെ P ക്ക് 6 കൊടുത്താൽ A6 divided by A21 is equal to ഇവിടെ 2 into 6 12 minus 1 is 11. Here 2 into 21 is 42 minus 1 is 41. So final answer is 11 divided by 41 and we can see the options. We have 11 by 41 in option D. Okay, I think this idea is clear. Now let us go to next question. If x, y, z are in AP and tan inverse x, tan inverse y, tan inverse z are also in AP. X, y, z AP ലാവണം, tan inverse x, tan inverse y, tan inverse z അതും AP ലാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അത് ഓപ്ഷൻ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സംഗതി ഓർമ്മ വരേണ്ടത്. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ടാൻ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു അത് മൂന്നും ഈക്വൽ ആവും. 3 ഈക്വൽ നമ്പേഴ്സ് എപ്പോഴും എ പിയിലാണ് വിത്ത് എ കോമൺ ഡിഫറൻസ് 0. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ട്രിക്ക് അവിടെ ഉണ്ട്. ആ ട്രിക്ക് ഓർമ്മ വരുന്ന ആൾക്കാർക്ക് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. എനിവേ ആ ഒരു ലോജിക്ക് ഓർത്തോളാം. 3 നമ്പേഴ്സ് എപ്പോഴും ഈക്വൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ എ പിയിലാണ്. അപ്പോൾ എക്സ് വൈ സെഡ് ഈക്വൽ ആകുമ്പോൾ എക്സ് വൈ സെഡ് എ പിയിലായി. എക്സ് വൈ സെഡ് ഈക്വൽ ആവുന്നതോടെ ടാൻ വേഴ്സ് എക്സും ടാൻ വേഴ്സ് വൈയും ടാൻ വേഴ്സ് സെഡും ഈക്വൽ ആവും. അപ്പോൾ അവരും they will be also in AP with a common difference 0. Okay, now let us go to next question. If pth term of an AP and if pth term of an AP is Q and qth term of an AP is P, അങ്ങനെ വരുന്ന അവസരങ്ങളിലെല്ലാം കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആയിരിക്കും. അത് ഓർത്ത് വെച്ചോളാം. If pth term is Q and qth term is P, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ച് മാറുകയാണെങ്കിൽ definitely common difference will be -1. അതായത് if 10th term is 100 and 100th term is 10, അല്ലെങ്കിൽ if 20th term is 10 and 10th term is 20, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ച് മാറാം. അങ്ങനെ വന്നാൽ കോമൺ ഡിഫറൻസ് എല്ലാം ഇപ്പോഴും 1 ആയിരിക്കും. അതിന്റെ പ്രൂഫ് എന്താണെന്ന് കാണിച്ചു തരാം. ഹിയർ pth term is Q and qth term is P. pth term എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus p minus 1 into d ആണ്. That is equal to Q. Let it be equation number 1. And qth term is P. Qth term is a plus Q minus 1 into d. That is given that P. That is equation number 2. Now let us subtract equation number 1 and 2. കാരണം ഇവിടെ a ന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്. രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ p minus 1 minus of q minus 1 is p minus q all into d is equal to q minus p. ഇനി ഈ p minus q അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് d കിട്ടും. d is equal to q minus p divided by p minus q is equal to -1. No doubt. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ അവസരവും ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് മാത്രമല്ല, ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. nth term is m and mth term is n. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തന്നാൽ ഒരു സംശയം വേണ്ട, കോമൺ ഡിഫറൻസ് -1 എടുക്കാം. എ പി ആയിരിക്കണം. ജി പി ഒ വേറെ ഏതെങ്കിലും സീരീസ് ആയി നടക്കില്ല. എ പി ആണെന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായി തന്നിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഫസ്റ്റ് ടേം എ കണ്ടുപിടിക്കണമെങ്കിൽ d ഈക്വൽ ടു -1 ഇവിടെ കൊടുത്താൽ മതി. സോ പുട്ട് d ഇസ് ഈക്വൽ ടു -1 ഇൻ ഇക്വേഷൻ നമ്പർ 1 or 2. 1 or 2 കൊടുക്കാം. ഞാൻ ഇവിടെ തൽക്കാലം 1 കൊടുക്കുകയാണ്. So a minus d ക്ക് -1 കൊടുത്താൽ a minus of p minus 1 is equal to q and a is equal to അങ്ങോട്ടേക്ക് മാറ്റിയാൽ p plus q minus 1. First term is p plus q minus 1. Now we got the first term and common difference. So what is nth term? എന്താ question? nth term ആണോ rth term ആണോ? Yes, rth term ആണ് question. So rth term ar is equal to a plus r minus 1 into d. Now what is a? A is p plus q minus 1. That's what substitute here. Now a is p plus q minus 1 plus r minus 1 into common difference is into -1. Okay. Now let us open all the brackets. Here p plus q minus 1. Then r into -1 is minus r. -1 into -1 is +1. Now you can cancel this -1 and +1. And the answer is p plus q minus r. That is what is rth term. Okay. Now let us see the options. We have p plus q minus r in option B. വളരെ വളരെ സിമ്പിൾ ആണ്. ഇവിടെ pth ടേം q, qth ടേം p എന്ന് പറയുമ്പോഴേക്ക് തന്നെ വേണമെങ്കിൽ കോമൺ ഡിഫറൻസ് -1 എന്ന് പറയാം. അത് ഓർമ്മിച്ച് വെക്കുന്നതാണ് നല്ലത്. ഞാനത് ഓർമ്മിച്ച് വെച്ചതാണ് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തന്നതാണ്. അവിടെ കോമൺ ഡിഫറൻസ് pth ടേം a plus p minus 1 into d is equal to q, qth ടേം a plus q minus 1 into d p. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ you can get d is equal to -1. അത് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ 2 വേരിയബിൾ 2 ഇക്വേഷൻ സിസ്റ്റം തന്നെ. അതിൽ കൊടുത്താൽ ഫസ്റ്റ് ടേം p plus q minus 1. Now you know first term and common difference. First term common difference ഉണ്ടെങ്കിൽ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇവിടെ rth term ആണ്. rth term is a plus r minus 1 into d. Substitute a and d. So you get a p plus q
minus r. Okay, I hope this idea is clear. Now we can go to next question. What is this? Sum of integers from 1 to 100 that are divisible by 2 or 5. 2 or 5 ന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു യൂണിയൻ ആണ്. സോ p of multiple of 2 number of multiple of 2 union multiple of 5 ആണ്. That is equal to n of a union b സെറ്റ് തിയറിയിൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. n of a plus n of b minus n of a intersection b. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 2 ആഡ് ചെയ്യും, മൾട്ടിപ്പിൾ ഓഫ് 2ലെ മൊത്തം സമ്മേഷൻ എടുക്കും, മൾട്ടിപ്പിൾ ഓഫ് 5 അതും ഒരു അനദർ എ പി ആയിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആരാണ്? 2, 4, 6 ഇങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അഥവാ ഈവൺ ഇൻറ്റിജേഴ്സ് ആണ്, ഈവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. മൾട്ടിപ്പിൾ ഓഫ് 5 വേറൊരു എ പി ആണ്, 5, 10, 15 എന്ന് പറഞ്ഞു പോകുന്ന വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് ഓൾസോ 5 അങ്ങനെ പോകുന്ന വേറൊരു എ പി ആണ്. ഈ രണ്ട് എ പിന്റെയും കൂടി സമ്മേഷൻ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കോമൺ ടേംസ് ഉണ്ടാവും. അവരാണ് 10, 20, 30 എന്നൊക്കെ പറയുന്ന ആൾക്കാർ. മൾട്ടിപ്പിൾ ഓഫ് 2 എടുത്ത് പോകുന്നപ്പോൾ അവിടെ 10, 20, 30 ഒക്കെ വന്നിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ഓഫ് 5 എടുക്കുമ്പോഴും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 2 and 5 അഥവാ മൾട്ടിപ്പിൾ ഓഫ് 10 അവർ 2 തവണ വന്ന് അവരൊക്കെ ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയും വേണം. എന്ന് വെച്ചാൽ സം ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 100 which are divisible by 2 or 5 എന്ന് പറയുമ്പോൾ സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 2 സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 2 പ്ലസ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5 മൈനസ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 10. മൾട്ടിപ്പിൾ ഓഫ് 100 അല്ല, മൾട്ടിപ്പിൾ ഓഫ് 10. ഈ 10 എന്ന് പറയുന്നത് 2ന്റെയും 5ന്റെയും കൂടി LCM ആണ്. ഇവിടെ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ നിങ്ങൾ LCM എടുത്താൽ മതി. അപ്പോൾ 5 and 25 ആണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് 25 ആയി നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 3 and 4 ആയിരുന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 12 നിങ്ങൾ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഇങ്ങനെയാണ് LCM എടുക്കേണ്ടത്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഓഫ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയുന്നത് അവിടെ 50 ടേംസ് ആണ് ഉണ്ടാവുക. 2, 4 അങ്ങനെ എക്സെട്ര 100 വരെ പോകുമ്പോഴേക്ക് 50 ടേംസ് ഉണ്ടാവും. സോ n/2 അഥവാ 15/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഈസ് 2, ലാസ്റ്റ് ടേം ഈസ് 100 പ്ലസ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5 അങ്ങനത്തെ 20 ടേംസ് ആണ് ഉണ്ടാവുക. 5, 10, 15 എന്നൊക്കെ പറഞ്ഞ് ദർ വിൽ ബി 20 ടേംസ്. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. സോ 20/2 ഇൻറ്റു അഗൈൻ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഈസ് 5 ആൻഡ് ലാസ്റ്റ് ടേം ഈസ് അഗൈൻ 100 മൈനസ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 10. അവിടെ 10 ടേംസ് ഉണ്ടാവുള്ളൂ. 10, 20, 30, 40 അങ്ങനെ 100 വരെ 10 terms. So 10/2 into first term plus last term. ഇതാണ് നമുക്ക് കിട്ടേണ്ട സമ്മേഷൻ. Now this is equal to ഇവിടെ കട്ട് ചെയ്താൽ 50 into 102/2 is 51. So 50 into 51 plus ഇവിടെ കട്ട് ചെയ്താൽ 10 into 105 minus ഇവിടെ കട്ട് ചെയ്താൽ 55. 10 into 55. Now what is 50 into 51? 5, 25. 2550 plus 10 into 105 is 1050 minus 550. Now what is this summation? 2550 ഒരു 50 കൂടി ആഡ് ചെയ്താൽ 2600, ഒരു 1000 കൂടി ആഡ് ചെയ്താൽ 3600 minus 550, that is 3050. 3050 എന്ന് കിട്ടും. അപ്പോൾ ലോജിക്ക് ഞാൻ ഒന്നും കൂടി പറയാം. മൾട്ടിപ്പിൾ ഓഫ് 2 എടുക്കുന്ന സമയത്ത് അതിൽ 10, 20 ഇവന്മാരൊക്കെ വന്നിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ഓഫ് 5 എടുക്കുമ്പോൾ അവർ വീണ്ടും വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 10 അവിടെ ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മൾട്ടിപ്പിൾ ഓഫ് 10 മാത്രം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോട്ടാലിറ്റി. നമുക്ക് ആവശ്യമായ ടോട്ടൽ ഇതാണ്. മൾട്ടിപ്പിൾ ഓഫ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 2 പ്ലസ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5 മൈനസ് സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 10. ഒരു 10 ഈസ് ദ LCM ഓഫ് ദിസ് 2 and 5. വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ LCM തന്നെയാണ്. ഓക്കെ, റെഡി. ഇനി മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി അതിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ്സ് ആൻ AP. 2, 4, 6 എന്ന് പറയുമ്പോൾ വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് കോമൺ ഡിഫറൻസ് ഓൾസോ 2, 100 വരെ 1 to 100 ആണ്. അപ്പോൾ 100 വരെ എടുക്കുമ്പോൾ 50 ടേംസ് ആണ് ഉണ്ടാവുക. മൊത്തം 100 ഇൻറ്റിജേഴ്സ്, അതിനകത്ത് 50 ഈവൺ ഇൻറ്റിജേഴ്സും 50 ഓടൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 5 ഇതെല്ലാം AP ആണ്. ഓരോന്നിൻ്റെ APൻ്റെ ഫോർമുല കൊടുക്കുന്നു. ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ ആൻസർ 3050, ഓപ്ഷൻ 2. ഓക്കെ, നൗ ലെറ്റ് us go to next question. What is this? If mth terms of the series 63 plus 65 plus 67, we know that it's an AP. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും 63, 65, 67 എന്ന് പറയുമ്പോൾ 2 വീതമാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആഡ് ചെയ്ത് വരുന്നത്. സോ നോ ഡൗട്ട് ഇറ്റ്സ് an AP വിത്ത് ഫസ്റ്റ് ടേം 63 ആൻഡ് കോമൺ ഡിഫറൻസ് 2. എന്നിട്ട് എന്താ പറയുന്നത്? ആൻഡ് 3 plus 10 plus 17 plus 24 again it's an AP. നോ ഡൗട്ട് അവിടെ 7 വീതമാണ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. 3, 10 ആകുമ്പോൾ 7 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. 17ലേക്ക് പോകുമ്പോൾ വീണ്ടും 7 ആഡ് ചെയ്യുന്നു, വീണ്ടും 7 ആഡ് ചെയ്യുന്നു. സോ ഇറ്റ്സ് an AP വിത്ത് ഫസ്റ്റ് ടേം 3 ആൻഡ് കോമൺ ഡിഫറൻസ് 7. അത് രണ്ടും ഈക്വൽ ആണ്. mth ടേം ഇവിടെ രണ്ടുപേരുടെ mth ടേം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ m എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ വളരെ സിമ്പിൾ ആണ്. ഇയാളുടെ mth ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 63 പ്ലസ്
m minus 1 into their common difference is 2. അപ്പോൾ ഫസ്റ്റ് എ പിയുടെ ഫസ്റ്റ് എ പിന്റെ mth ടേം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു mth ടേം ഓഫ് ദി സെക്കൻഡ് എ പി. സെക്കൻഡ് എ പിയിൽ എ ഈസ് 3 പ്ലസ് m minus 1 into d is 7 there. അപ്പോൾ m ൽ ഒരു ഇക്വേഷൻ കിട്ടി. ഇത് അങ്ങോട്ട് സോൾവ് ചെയ്താൽ you will get the value of m. Very simple. So this is 2m minus 2. 63 minus 2 is plus 61. 2m plus 61 is equal to, here when we open this bracket we get 7m. 3 minus 7 is minus 4. Now 2m plus 61 is equal to 7m minus 4. But m solve ചെയ്യണമെങ്കിൽ let us take this 2m to RHS and minus 4 to the LHS. So 7m minus 2m is 5m is equal to 61 minus 4 ഇങ്ങോട്ടേക്ക് വരും, minus of minus 4 plus 4 ആവും. So 61 plus 4 is 65 and m is equal to, we can divide this 5. So 65 by 5 is 13. That's very easy. അപ്പോൾ രണ്ടും എ പി ആണ്. ഇവിടുത്തെ എ പിയിൽ ഇവിടുത്തെ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, അവിടുത്തെ എ പിയിൽ അവിടുത്തെ എ പ്ലസ് എം മൈനസ് 1 ഇത് രണ്ടും സെയിം ആക്കുക. സെയിം ആണെന്നാണ് ആർ ബി ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ deal with it. Okay, now let's go to next question. ABC are in AP, then C minus A whole square divided by B square minus AC is equal to. Okay. അവിടെ എ ബി സി എ പിയിലാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വി നോ ദാറ്റ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അങ്ങനെയാണ് നമ്മൾ എ പി ആണെങ്കിൽ എടുക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, എ ഈസ് ഈക്വൽ ടു എ തന്നെ, ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് 2d. ഇങ്ങനെ എടുത്താലും അതൊരു എ പി ആണ് എന്ന ഐഡിയ നമുക്ക് കൺവേ ചെയ്യാവുന്നതേ ഉള്ളൂ. നൗ ഇതിലുള്ള എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. എ ഈസ് എ ഇറ്റ് സെൽഫ്, ബി ഈസ് എ പ്ലസ് ഡി, അങ്ങനെ ഡി 2d അതാണല്ലോ എ പി. So what is A minus C? A minus C is equal to A is A itself and C is A plus 2d. അപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് ഓഫ് 2d ആണ് കിട്ടുക. സോ A minus C whole square is equal to minus 2d whole square is equal to minus 2 ന്റെ സ്ക്വയർ 4, d ന്റെ സ്ക്വയർ d സ്ക്വയർ. സോ A minus C whole square is very simply 4d square. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, C എന്ന് പറഞ്ഞാൽ തേർഡ് ടേം. അവരുടെ ഡിഫറൻസ് എപ്പോഴും 2d, 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. സ്ക്വയർ ചെയ്താൽ 4d square. Now what we have? B square minus AC. അപ്പോൾ നമുക്ക് B square കണ്ടുപിടിക്കാം. B is equal to A plus D. So B square is equal to A plus D whole square. What will be that? A square plus D square plus 2AD. A plus B the whole square expansion on A square plus B square plus 2AB. And what is AC? Let us multiply AC. A is A and C is A plus 2D. So A into A plus 2D is equal to A into A is A square, A into 2D is 2AD. Now what is their difference? B square minus AC. ഇവിടെ തന്നെ ഉണ്ട്. B square എന്ന് പറഞ്ഞാൽ A square plus D square plus 2AD and AC is A square minus 2AD. So their difference, A square കട്ടാവും, 2AD കട്ടാവും, ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? D square. അതായത് B സ്ക്വയറിനകത്ത് എ സിനെ അപേക്ഷിച്ച് ഒരു ടേമും കൂടി കൂടുതലാണ്, D സ്ക്വയറും കൂടി അധികം ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതും കിട്ടി. ഇനി എന്താ നമ്മളോട് ചോദിച്ചേ? A minus C the whole square divided by B square minus AC ആണ്. A minus D whole square we already got. ഇവിടെ ഉണ്ട്. This is equation number 1. That is 4D square divided by B square minus AC in the denominator. That we got it now. That is D square. Now we can cancel D square from numerator and denominator and we get the answer equal to 4. ഇത് ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ അല്ല. ഇങ്ങനെ സാധാരണ എ പി ജി പി എന്നൊന്നും ഇങ്ങനെ സാധാരണ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. എന്തായാലും ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ എക്സ്റ്റേണൽ ലോജിക്സോ എന്തെങ്കിലും പർട്ടിക്കുലർ തിയറിയോ ഒന്നുമല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എ ബി സി ആർ ഇൻ എ പി എന്ന് പറയുമ്പോൾ സാധാരണ എടുക്കുക സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അഥവാ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു സി മൈനസ് ഡി. അതാണല്ലോ എ പി, കോമൺ ഡിഫറൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഐഡിയ അതാണ്. അല്ലെങ്കിൽ ഇതിനെ തന്നെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട്, സി മൈനസ് ഡി അല്ല, സി മൈനസ് ബി. ഓക്കെ, ഇതിനെ തന്നെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ 2b is equal to c plus a എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ 3 ടേംസ് എ പിയിലാണെങ്കിൽ അവരുടെ മിഡിൽ ടേം എപ്പോഴും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. അപ്പോൾ b equal to a plus c by 2 അഥവാ 2b is equal to c plus a അങ്ങനെയൊക്കെ പറയാം. എനിവേ ഇവിടെ അതിലേക്കൊന്നും നമ്മൾ പോയില്ല. പകരം ഫസ്റ്റ് ടേമിന് എ എന്നും സെക്കൻഡ് ടേമിന് എ പ്ലസ് ഡി എന്നും തേർഡ് ടേമിന് എ പ്ലസ് 2d എന്നും എടുത്തുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം ഡിവൈഡ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നു. ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ എടുക്കുന്നത്, ഡയറക്റ്റ് മെത്തേഡ് എന്നൊക്കെ പറയാം. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. log 2 to the base 3, log of 2 raised to x minus 5 to the base 3, log of 2 raised to x minus of 7 by 2 to the base 3 are in AP, then x is equal to. 3 ടേംസ് എ പിയിലാണെങ്കിൽ അവരുടെ എക്സ്പോണൻഷ്യൽ എപ്പോഴും ജി പിയിലായിരിക്കും. അതായത് ഇഫ് A1, A2, A3 ആർ ഇൻ എ പി, ദെൻ എനി കോൺസ്റ്റന്റ്, ഒരു ലാംഡ ആയിക്കോട്ടെ, ലാംഡ റൈസ് ടു A1
lambda raised to a2, lambda raised to a3 are in GP. അതായത് ഒരു AP ലുള്ള ടേംസിന്റെ എക്സ്പോണൻഷ്യൽ വിത്ത് എനി ബേസ് 3 raised to 2 raised to e raised to 10 raised to 100 raised to whatever ഏത് പവറിലേക്ക് ഇട്ടാലും അത് GP ആയിട്ട് മാറും. അതുപോലെ GP ലുള്ള ഒരു ടേംസിന്റെ ലോഗരിതം എടുത്താൽ അത് എന്തായിട്ട് മാറും? AP ആയിട്ട് മാറും. എന്ന് വെച്ചാൽ log 2 to the base 3, log of 2 raised to x minus 5 to the base 3, log of 2 raised to x minus of 7/2 to the base 3 are in AP എന്ന് വെച്ചാൽ ഉടനെ തന്നെ ലോഗ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുക. അഥവാ എക്സ്പോണൻഷ്യൽ എടുക്കുക. ഇതിനെ 3 raised to 3 raised to 3 raised to എടുത്താൽ എക്സ്പോണൻഷ്യൽ ലോഗും കൂടെ ക്യാൻസൽ ആവും. അതോടെ എന്തായി 2, 2 raised to x ലോഗിനെ റിമൂവ് ചെയ്യും. ലോഗ് വരുന്ന ഈ AP GP പ്രോബ്ലംസിലൊക്കെ ലോഗോ എക്സ്പോണൻഷ്യലോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡ്രോപ്പ് ചെയ്യാം. 3 എക്സ്പോണൻഷ്യൽ ടേംസ് തന്നിട്ട് GP ആണെന്ന് പറഞ്ഞാൽ ഉടനെ എക്സ്പോണൻഷ്യൽ അങ്ങ് ഒഴിവാക്കിയിട്ട് AP ആണെന്ന് പറയാം. 3 ലോഗ് തന്നിട്ട് AP ആണെന്ന് പറഞ്ഞാൽ ഉടനെ ലോഗ് അങ്ങ് ഒഴിവാക്കിയിട്ട് അഥവാ എക്സ്പോണൻഷ്യൽ എടുത്ത് ലോഗ് അങ്ങ് ഒഴിവാക്കിയിട്ട് GP ആണെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. 2 raised to x minus of 7/2 are in GP. എങ്ങനെയാണ് GP നെ നമ്മൾ ഡീൽ ചെയ്യാറുള്ളത്? GPക്ക് ഉള്ളത് കോമൺ ഡിഫറൻസ് അല്ല, കോമൺ റേഷ്യോ ആണ്. സോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റേഷ്യോസ് സെയിം ആയിരിക്കും. So 2 raised to x minus 5 divided by 2 should be equal to 2 raised to x minus 7/2 divided by 2 raised to x minus 5. We can cross multiply this. ഇങ്ങോട്ട് വന്നാൽ 2 raised to x minus 5 whole square is equal to, when we multiply this to here, we get 2 raised to 2 into 2 raised to x minus of 7. 2 അങ്ങോട്ട് ക്രോസ് ചെയ്താൽ then what happens? ഇത് നമ്മൾ സ്ക്വയർ ചെയ്താൽ 2 raised to 2x minus of a minus b whole square ആണ്. a square minus 2ab plus b square minus of 10 into 2 raised to x plus 25 is equal to 2 into 2 raised to x minus of 7. Now let us take all these terms to LHS. Here 2 raised to x the whole square, 2 raised to 2x 2 raised to x whole square ആക്കി minus 10 into 2 raised to x minus 2 ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് എടുത്താൽ minus 12 into 2 raised to x ആവും. 10 minus 2 then 25 minus 7 ഇങ്ങോട്ടേക്ക് എടുക്കുക plus 7 ആവും. So plus 32 is equal to 0. Now it's an exponential equation actually. 2 raised to x involved ആയിട്ടുള്ള equation ആണ്, but at the same time it's a quadratic equation. It's a quadratic equation in 2 raised to x. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ സജസ്റ്റിംഗ് ടു നമ്പേഴ്സ് ദെയർ സം ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 12 ആൻഡ് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു 32. വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് നമ്പേഴ്സ് നമുക്ക് പറയാം. ദോസ് ആർ -8, -4. -8 -4 കൂടെ ആഡ് ചെയ്താൽ ഈ -12 കിട്ടും. -8 -4 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും. ദാറ്റ്സ് വെരി ഈസി. So 2 raised to x minus 8 ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? into 2 raised to x minus 4 is equal to 0. So 2 raised to x can be 8 or 4. 8 അല്ലെങ്കിൽ 4 വരാം. So x can be equal to 8 എന്ന് വെച്ചാൽ 2 raised to 3 ആണ്. So x is 3 and 4 is 2 raised to 2. Therefore x is 2. So x can be 3 or 2 അല്ലെങ്കിൽ 2 or 3. Okay, let us see the options. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ട്, 2, 3. ഇത് രണ്ടും ഓക്കെ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ 3 ലോഗരിതമിക് ടേംസ്. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇഫ് a1 a2 a3 ആർ ഇൻ AP then lambda raised to a1 lambda raised to a2 lambda raised to a3 lambda can be any positive real number lambda greater than 0 എന്ന് വേണമെങ്കിൽ പറയാം. ആർ ഇൻ GP എന്ന് വെച്ചാൽ 3 ലോഗരിതമിക് ടേംസ് വന്നിട്ട് AP ആണെന്ന് പറഞ്ഞാൽ ആ ലോഗ് എല്ലാം ഒഴിവാക്കുക. എക്സ്പോണൻഷ്യൽ എടുത്താൽ ലോഗ് അങ്ങ് പോകും. ആ ലോഗ് എടുത്ത് കിട്ടുന്ന വെർഷൻ GPയിലായിരിക്കും. അപ്പോൾ ലോഗ് ഓഫ് 3 ക്വാണ്ടിറ്റീസ് AP തന്നാൽ ലോഗ് ഒഴിവാക്കിയിട്ട് GP എന്ന് പറയാം. GP ആയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം ആൻഡ് സോ ഓൺ. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P times the pth term of an AP is equal to Q times the qth term of an AP, then P plus qth term is okay. This is a very typical question. പക്ഷേ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ്. P times pth term. അപ്പോൾ P into AP അതാണ് P times pth term. That should be equal to Q times the qth term. So Q into AQ. Okay. Now P into pth term is, all of you know that A plus P minus 1 into D is equal to Q into, all of you know AQ is very similarly A plus Q minus 1 into D. Okay, ഇവിടുന്ന് A and D തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. So AP plus P square minus P all into D is equal to AQ plus Q square minus Q into D. Now let us take this AQ to the LHS. So A into P minus Q is equal to D into, let us take this term to the RHS. So Q square minus P square plus P minus Q. Now let us factorize this. This Q square minus P square is Q minus B into Q plus P.
So A into P minus Q is equal to D into Q minus P into Q plus P minus Q. Now we can cancel this P minus Q from all these terms. But ഇവിടെ negative ആണ്. So A is equal to D into minus of P plus Q plus 1. അഥവാ A is equal to D into 1 minus of P plus Q. Okay. ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. എയും ഡിയും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ആണ് ഉള്ളത്. Now what is the question? Question is to find out P plus Qth term. So A P plus Q ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല ഒരു സംശയം വേണ്ട. A plus P plus Q minus 1 into D. ഇതായിരിക്കുമല്ലോ. an എന്ന് പറയുന്നത് a plus n minus 1 into d. So a p plus q is a plus p plus q minus 1 into d. Now this a is d into 1 minus p plus q plus അവിടെ ഓൾറെഡി ആരുണ്ട് p plus q minus 1 into d ഉണ്ട്. ഇവർ പരസ്പരം നെഗറ്റീവ്സ് ആണ്. ഇവിടെ d ഇവിടെ കോമൺ ഫാക്ടർ, അത് പുറത്തേക്ക് പോന്നാൽ 1 minus p plus q ഇവിടെ p plus q minus 1. So this is d into 1 minus of p plus q plus p plus q minus 1. This 1 and minus 1 can be cancelled. This minus of p plus q and plus p plus q can be cancelled. മൊത്തത്തിൽ പോയി d into 0 is equal to 0. അതായത് p times pth ടേമും q times qth ടേമും ഒക്കെ ഈക്വൽ ആണെങ്കിൽ p plus qth ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊക്കെ ഒരു പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇതൊക്കെ ഒരു റിസൾട്ട് ആയിട്ട് എ പിയിലെ ചില വണ്ടേഴ്സ് ആയിട്ട് എ പിൻ്റെ ഉള്ളിലുള്ള ചില അത്ഭുതങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെയാണ്. nth ടേം എമ്മും mth ടേം എന്നും ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും -1 ആയിരിക്കും എന്നതൊക്കെ എ പിയിലുള്ള ചില അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. യു ക്യാൻ memorize it. Okay, now let us see the options. What's going on here? Yes, first option, that is 0. അപ്പോൾ ഒന്നുകൂടി പറയാം. a into ap is equal to q into aq. ap ക്ക് പകരം a plus b minus 1 into d, aq ന് പകരം a plus q minus 1 into d. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്തപ്പോൾ ap p സ്ക്വയർ മൈനസ് p into d, അതുപോലെ aq q സ്ക്വയർ മൈനസ് q into d എല്ലാം കൂടി ഒരേ സൈഡിലേക്ക് ആക്കുന്നു. a എല്ലാം ഒരേ അതെ a വരുന്നതെല്ലാം ഒരേ സൈഡിൽ, d വരുന്നതെല്ലാം ഒരു സൈഡിൽ. ഫസ്റ്റ് ടേം ഒരു സൈഡിലേക്കും കോമൺ ഡിഫറൻസ് RHSലേക്കും മാറ്റും. അപ്പോൾ ഇവിടെ ഡിൻ്റെ കൂടെ ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ പ്ലസ് പി മൈനസ് ക്യൂ എന്ന് പറയുന്നൊരു ടേമാണ് വരുന്നത്. അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. ക്യൂ മൈനസ് പി ഇൻറ്റു ക്യൂ പ്ലസ് പി എന്നാക്കി മൊത്തം ഒരു പി മൈനസ് ക്യൂ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഡി ഇൻറ്റു മൈനസ് പി പ്ലസ് ക്യൂ പ്ലസ് 1 അഥവാ 1 മൈനസ് പി പ്ലസ് ക്യൂ എന്ന് വരുന്നു. ദെൻ എ പി പ്ലസ് ക്യൂ കണ്ടുപിടിക്കുമ്പോൾ എ പ്ലസ് പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി, അതിൽ എക്ക് പകരം ഈ ഒരു എക്സ്പ്രഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൊത്തം ക്യാൻസൽ ആയിട്ട് 0 വരും. ഓക്കെ, നൗ ലെറ്റ് us go to next question. Question number 9. The sums of nth term of two arithmetic series are in the ratio 2n plus 1 divided by 6n plus 5. Then the ratio of their 13th terms is. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഒരു ഐഡിയ തന്നെയാണ്. രണ്ട് എ പി നമ്മളെ കയ്യിലുണ്ട്. അതിൽ ആദ്യത്തതിൻ്റെ സം s1 of n ടേംസിൻ്റെ സമ്മാണ്. So Sn divided by S dash n. This is sum up to n terms of first series. This is sum up to n terms of the second series is equal to എന്താ റേഷ്യോ തന്നെ 2n plus 3 divided by 6n plus 5. Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n by 2 into 2a plus n minus 1 into d. വേണമെങ്കിൽ ഫസ്റ്റ് എ പി എന്നുള്ള രണ്ട് സീരീസുകളാണല്ലോ. സോ അരിത്തമെറ്റിക് സീരീസ് എന്ന് കൃത്യമായി തന്നിട്ടുണ്ട്. സോ 2a1 plus n minus 1 into d1 divided by n by 2 into sum up to n terms of the second series. അത് 2a2 plus n minus 1 into d2 ഇങ്ങനെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2n plus 3 divided by 6n plus 5. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സമ്മിൻ്റെ റേഷ്യോനെ നമ്മൾ എന്നുകളുടെ റേഷ്യോ ആക്കി മാറ്റണമെങ്കിൽ റീപ്ലേസ് n ബൈ 2n മൈനസ്. നേരത്തെ റീപ്ലേസ് p ബൈ 2p മൈനസ് 1, റീപ്ലേസ് q ബൈ 2q മൈനസ് 1 ഒരു പ്രോബ്ലത്തിൽ നമ്മൾ രണ്ടും അപ്ലൈ ചെയ്തിരുന്നു. അതേ ഐഡിയ തന്നെയാണ് ഇവിടെ. n ആയതുകൊണ്ട് n പകരം 2n മൈനസ് 1 എന്ന് കൊടുത്താൽ മതി. എങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ കാണിച്ചു തരാം. യു ക്യാൻ ക്യാൻസൽ n by 2 ഫ്രം ഹിയർ. നൗ ഹിയർ 2a1 plus n minus 1 into d1 all divided by 2a2 plus n minus 1 into d2 is equal to 2n plus 3 divided by 6n plus 5. ഇവിടുത്തെ പ്രശ്നം എന്താ? an എന്ന് വെച്ചാൽ a1 plus n minus 1 into d1 വരണം. അതുപോലെ സെക്കൻഡ് സീരീസിന്റെ an എന്ന് പറയുമ്പോൾ a2, ഈ ഒരു 2 ആണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ 2a1 പകരം 2a2 പകരം a1 a2 ആയിരുന്നു. ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാമായിരുന്നു. ഈ 2 ഇവിടുന്ന് ഒഴിവാക്കാനുള്ള ടെക്നിക്കാണ് റീപ്ലേസ് n by 2n minus 1 ത്രൂ ഔട്ട് ചെയ്യണം. ഇവിടെയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ അവിടെയും ചെയ്യണം. ഇവിടെ LHSൽ നമ്മൾ n പകരം 2n minus 1 കൊടുക്കുമ്പോൾ 2 ക്യാൻസൽ ആയിട്ട് a1 plus n minus 1 into d1 എന്നും അതുപോലെ a2 plus n minus 1 into d2 എന്നും വരുന്നത് കാണാം. സിമിലർലി ഉള്ള ചേഞ്ച് നമുക്ക് ഇവിടെ
കൊടുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇവിടെ n-ന് n-, 2n - 1 കൊടുക്കുന്നത് പോലെ RHS-ലും കൊടുത്താൽ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, and we can simplify it. So here 2a1 plus 2n - 1 - 1 into d1 all divided by 2a2 plus this n is replaced by 2n - 1 - 1 all into d2 is equal to, here we can, this n also can be replaced by 2n - 1. So 2 into 2n - 1 plus 3 all divided by 6 into 2n - 1 plus 5. Now this is 2a1 plus 2n - 1 is 2n - 2. At 2 പുറത്തേക്ക് വെച്ചാൽ 2 into n - 1 into d1 all divided by 2a2 plus 2 into n - 1 into d2 is equal to, here when we open all this bracket we get 4n - 2 plus 3 is 4n plus 1. Here 12n minus 6 plus 5 is minus 1. 4n plus 1 divided by 12n minus 1. ഇവിടെ നിന്ന് മൊത്തം ഈ 2 നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു കാര്യം കാണാം. This is a1 plus n minus 1 into d1, that is nth term of the first AP, and this is a2 plus n minus 1 into d2, that is an, nth term of the second AP. 4n plus 1 divided by 12n minus 1. അപ്പോൾ ഇതെന്തായിരുന്നു? an. This is a dash n, sn by s dash n ൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിലെ n-ന് പകരം 2n/2 ഒക്കെ കട്ട് ചെയ്ത് n-നെ 2n - 1 വെച്ച് റീപ്ലേസ് ചെയ്തപ്പോൾ എങ്ങോട്ട് മാറി? an/a dash n-ലേക്ക് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്താ അതിൻ്റെ ആൻസർ? 4n plus 1 divided by 12n minus 1. Now what is the question? The ratio of their 13th terms. 13th terms in the ratio കിട്ടാൻ എന്ത് ചെയ്യണം? Put n equal to 13, no doubt. an/a dash n ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ n-ന് 13 കൊടുത്താൽ a13 divided by a dash 13 ആയിട്ട് മാറിക്കോളും. അത്രേ ഉള്ളൂ. So a13 divided by a dash 13 is equal to, ഇവിടെ 13 കൊടുത്താൽ 4 into 13 is 52 plus 1 divided by, ഇവിടെ നമ്മൾ 13 കൊടുത്താൽ 12 into 13, 169 minus 13 is 156 minus 1. അഥവാ 53 divided by 155. Let us see the options. 55 is to 155. Yes, we do have such an option in option A, first option. Okay. Okay students, so we are moving to the next question. End the question. Let TR be the rth term of an AP for r equal to 1, 2, 3, etc. If for some positive integers m, n, we have Tm is equal to 1 by n and Tn is equal to 1 by m. അത് പ്രിന്റ് വന്ന് കുറച്ച് ചെറുതായി പോയി, ഞാൻ വായിച്ചു തരാം. Tm is equal to 1 by n and Tn is equal to 1 by m. ഇതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മൾ ഇതിന് മുന്നേ കണ്ടത്. Tm is equal to n and Tn is equal to m. അങ്ങനെയായിരുന്നു. ഇത് അങ്ങനെയല്ല, ഇത് റെസിപ്രോക്കൽ ആണ്. mth ടേം എന്ന് പറയുന്നത് 1 by n, n അല്ല 1 by n, and nth ടേം is 1 by m. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ച് മാറുന്നുണ്ട്. അത് മാത്രമല്ല റെസിപ്രോക്കൽ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ T of mn, mnth ടേം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അഗൈൻ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദി AP. സോ വി നോ ദാറ്റ് Tm എന്ന് പറഞ്ഞാൽ mth ടേം ആണ്. ദാറ്റ് ഈസ് a plus m minus 1 into d is equal to 1 by n. വേണമെങ്കിൽ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ഇവിടെ എടുത്തു വെക്കാം. സോ ദാറ്റ് ഈസ് na plus mn minus n all into d is equal to 1. That is equation number 1. അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ഇക്വേഷൻ ഇത് a സബ്ട്രാക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ആൻഡ് Tn is equal to 1 by m. So a plus n minus 1 into d, that is Tn, which is 1 by m. Equation number 1, equation number 2. Now we can subtract them. m minus 1 into d minus of n minus 1 into d is m minus n all into d is equal to 1 by n minus 1 by m. 1 by n minus 1 by m. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. We can cross multiply this. This is m minus n divided by mn. That is m minus n all into d. Now we can cancel m minus n from here, and d is 1 by mn. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 1 by mn ആണ്. 1 by mn ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് nth ടേം m 1 by n ആവുന്നത്. അതുപോലെ nth ടേം 1 by m ആവുന്നു. ഓക്കെ, വളരെ രസകരമായ കാര്യമാണ്. Now let us apply this d is equal to 1 by mn here. So put, അല്ലെങ്കിൽ substituting d is equal to 1 by mn in equation number 1 or 2. 1 or 2 കൊടുക്കുക. ഞാനിവിടെ തൽക്കാലം 1 കൊടുക്കുകയാണ്. So a plus m minus 1 into d is 1 by mn is equal to 1 by n. Now from here we can cancel n from here. n multiply mn കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ mn a plus m minus 1 is equal to mn multiply ചെയ്താൽ we get m. So mn a is equal to, let us take this m minus 1 to the RHS. So n minus m plus 1 and a is equal to plus a alla plus 1. Okay, plus 1.
So A is equal to, let us divide this mn. So n minus m plus 1 all divided by mn. That's the first term. Ini endha question? Question is to find out A of mn. അപ്പോൾ A of mn എന്താ TMN ആണ്. TMN എന്നാണ് അവർ പറഞ്ഞത്. നമ്മളെ ലാംഗ്വേജ് പറയുമ്പോൾ A of mn. That is equal to A plus mn minus 1 all into D. Now we can substitute both A and m. A എന്ന് പറഞ്ഞാൽ n minus m plus 1 divided by mn ആണ്. അതുപോലെ D is 1 by mn ആണ്. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get n minus m plus 1 divided by mn plus mn minus 1 D is mn. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ we get 1 minus 1 ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. Then n minus m plus mn all divided by mn. Now when we divide this, n by mn is 1 by m, minus m by mn is minus 1 by n, plus mn by mn is plus 1. So 1 by m minus 1 by n plus 1 is the answer. Now let us see the options. A of mn is equal to 1 by m minus 1 by n plus 1. Okay, here 1 by mn മാത്രമേ കാണുന്നുള്ളൂ. We can see this once again. This one plus 1 is the wrong answer. 1 by mn and minus m plus 1. Let me check mn A. Sorry, this is not n. ഇവിടെ m ആണ്, അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ mn A ഈ സ്റ്റെപ്പ് മുതൽ അങ്ങോട്ടേക്ക് റോങ് ആണ്. നമ്മൾ ചെയ്ത സമയത്ത് mn മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ n കട്ടായിട്ട് ന്യൂമറേറ്ററിൽ m ആണ് വരിക. അപ്പോൾ താഴെയുള്ളതൊന്നും ഒഴിവാക്കി നമ്മൾ ഒന്നും കൂടെ ചെയ്യാണ്. സോ വാട്ട് വി ഗെറ്റ് ഹിയർ, mn A is equal to m minus of m minus 1 എന്ന് വെച്ചാൽ m ക്യാൻസൽ ആവും. ദെൻ മൈനസ് 1 അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ പ്ലസ് 1 ആവും. ആൻഡ് A is equal to 1 by mn. യെസ്, ഇതാണ് കാര്യം. അപ്പോൾ അടുത്ത കോമൺ ഡിഫറൻസ് 1 by mn ആണ്. ഫസ്റ്റ് ടേം ഈസ് ഓൾസോ 1 by mn. രണ്ടും 1 by mn ആണ്. യെസ്, അപ്പോൾ അതായിരുന്നു എറർ. Now our question is A of mn. TMN എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, അഥവാ mnth term. AMN is equal to A plus mn minus 1 all into D. A is 1 by mn plus mn minus 1 into again 1 by mn. Now this is 1 by mn. mn into 1 by mn multiply that plus 1 minus 1 into 1 by mn minus 1 by mn. We can cancel 1 by mn minus 1 by mn and answer is equal to 1. So mnth term 1 ആണ് നമുക്ക് കിട്ടുന്നത്. Let us see the options. We have 1 in option C. Okay, now let us go to next question. Question number 11. The arithmetic mean of first n natural numbers is. Arithmetic mean the formula എന്താണ്? Arithmetic mean is equal to sum of all elements, sum of all observations എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുക. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ടേംസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഒക്കെയാണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n into n plus 1/2 ആണ്, സിഗ്മ n. നമ്പർ ഓഫ് എലമെന്റ്സ് n ആണ്, n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ n ഇങ്ങനെ കട്ടായി പോയാൽ വി ക്യാൻ ഗെറ്റ് ദ ആൻസർ n plus 1/2. ദാറ്റ് ഈസ് ദർ ഇൻ ഓപ്ഷൻ A. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ ലെറ്റ് us go to next question. log 2 log of 2 raised to n minus 1 and log of 2 raised to n plus 1 are in AP, then n is equal to, ഞാൻ നേരത്തെ പറഞ്ഞു 3 ടേംസ് ലോഗിൽ തന്നിട്ട് അത് AP ആണെന്ന് പറഞ്ഞാൽ ലോഗ് നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ അത് GP ആയിട്ട് മാറും. സോ ആൻസർ ഈസ് log 2 log of 2 raised to n minus 1 log of 2 raised to n plus 3 are in AP. ഉടനെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ദാറ്റ് ഇംപ്ലൈസ് 2 raised to n minus 1 2 raised to n plus 3 are in GP. അപ്പോൾ APന്റെ ലോഗിലുള്ള ടേംസ് AP തന്നാൽ ആ ലോഗ് എല്ലാം ഡ്രോപ്പ് ചെയ്യാം. അഥവാ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോഴാണ് ആ ലോഗ് ഡ്രോപ്പ് ആയി പോകുന്നത്. നൗ ദിസ് ഇസ് GP. GPയിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം. സോ 2 raised to n minus 1 by 2 is equal to 2 raised to n plus 3 divided by 2 raised to n minus 1. Now we can cross multiply this. 2 raised to n minus 1 whole square is equal to 2 into 2 raised to n plus 2 into 3 is 6. Now we can expand this. 2 raised to n minus 1 whole square എന്ന് പറയുമ്പോൾ 2 raised to 2n minus 2 into 2 raised to n plus 1 is equal to 2 into 2 raised to n plus 6. Now let us take all these terms to the LHS. Here 2 raised to n whole square minus 2 into again minus 2 minus 4 into 2 raised to n. 1 minus 6 is minus 5 is equal to 0. It's an exponential equation. 2 raised to n equation ആണ്. But at the same time it's a quadratic equation in 2 raised to n. 2 raised to n ഒരു quadratic equation ആണ്. നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് സോൾവ് ചെയ്യാം. 2 raised to n minus 1 into 2 raised to n minus 4 is equal to 0. എന്നാണ് ഇതിൻ്റെ ഒരു ഫാക്ടറൈസേഷൻ വരിക. Sum equal to minus 4 and the product is equal to minus 5 ആണ്. Okay, so
This is not fair. This is not the factorization. Let us see the options. Let us check whether there is any mistakes. 2 raised to n minus 1. Okay. Anyway, here sum is equal to minus of 4 and product is equal to minus of 5. So the numbers are minus 5 comma positive 1. Yes. അവരുടെ sum minus 5 plus 1 ചെയ്താൽ minus of 4 കിട്ടും. Minus 5 into 1 ചെയ്താൽ minus 5 കിട്ടും. Yes. So the factorization is 2 raised to n minus 5 into 2 raised to n plus 1 is equal to 0. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് 2 raised to n is equal to 5 or minus 1. 2 raised to n എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അതൊരു എക്സ്പോണൻഷ്യൽ എക്സ്പ്രഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ക്യാൻ നെവർ ബി ഈക്വൽ ടു നെഗറ്റീവ്. എക്സ്പോണൻഷ്യൽ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്. 2 raised to n is always positive. So we can drop this. That is not possible. So 2 raised to n is equal to 5. Therefore n is equal to log of 5 to the base 2. അങ്ങനെയാണ്. ബേസ് 2 ആൻസർ 5 ആണ്. ഇവിടെ അങ്ങോട്ട് എടുക്കുമ്പോൾ log ആണ്. അപ്പോൾ n കിട്ടണമെങ്കിൽ log എടുക്കണം. So log 5 to the base 2. Let us see the options. We have log 5 to the base 2 in option B. Okay, now let us go to next question. Question 13. If the sides of a right-angled triangle are in AP, then the sides are proportional to 3:4:5. ഒറ്റയടിക്ക് പറയാം. റൈറ്റ്-ആംഗിൾഡ് ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ ആണ് 3:4:5. അതിന്റെ കാരണം ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. പൈതഗോറസ് ലോ ഒബേ ചെയ്യും. 3² + 4² = 5² എന്ന് നമുക്ക് കിട്ടും. മാത്രമല്ല അവർ AP യിലുമാണ്. 3, 4, 5 AP ആണല്ലോ. Okay. Now let us go to next question. Question 14. If 4th, 7th and 10th term of a GP be ABC respectively, then the relationship between ABC അവർ again GP യിലായിരിക്കും. കാരണം 4th, 7th, 10th എന്ന് പറയുന്നത് കൃത്യമായ ഇന്റർവെല്ലിലുള്ള ടേംസ് ആണ്. 4th കഴിഞ്ഞ് 3 ടേം കഴിഞ്ഞിട്ടാണ് 7th, വീണ്ടും 3 ടേം കഴിഞ്ഞിട്ടാണ് 10th. അങ്ങനെ കൃത്യമായ അകലത്തിലുള്ള ടേംസ് those will be again in GP. അങ്ങനെ 3 ടേംസ് GP യിലാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ABC are the 4th, 7th, 10th. അവർ ഇക്വിഡിസ്റ്റന്റ് ടേംസ് ആണ്. അതുകൊണ്ട് ABC ആർ ഇൻ ആ എ ബി സി എന്ന് പറയുന്നത് അവരും എന്താണ്? ആർ ഇൻ ജി പി തന്നെ ആയിരിക്കും. ഇനി ഇതുപോലെ 6th ടേം, 10th ടേം, 14th ടേം ഇങ്ങനെ പറഞ്ഞാൽ അത് മൂന്നും വീണ്ടും ജി പിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇക്വിഡിസ്റ്റന്റ് ഒരു ജി പിയിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള 3 ടേംസ് എടുത്താൽ അവരും ജി പിയിലാണ്. സോ എ ബി സി ആർ ഇൻ ജി പി അഥവാ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം സ്ഥിരമായിട്ട് ജി പിയിൽ ചെയ്യുന്ന പരിപാടി. സോ ബി ബൈ എ ഇസ് ഈക്വൽ ടു സി ബൈ ബി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ B² ഇസ് ഈക്വൽ ടു ഓപ്ഷൻ സി. ഓക്കെ, നൗ ലെറ്റ് us go to next question. If p plus qth term of a GP be m and p minus qth term be n, then pth term will be. ഇവിടെ AP അല്ല GP ആണ്. കളിയാകെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് p plus qth term of a GP എന്ന് പറയുമ്പോൾ AR raised to p plus q minus 1 ആണ്. നമുക്ക് ഓർമ്മയുണ്ട് GPന്റെ nth term എന്ന് പറയുന്ന nth term AR raised to n minus 1 ആണ്. So p plus qth term AR raised to p plus q minus 1. That is equal to m and p minus qth term. So AR raised to p minus q minus 1 is equal to n. Then pth term will be. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് pth ടേമിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് q എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ച് പിന്നെ q കണ്ടുപിടിച്ച് കുറേ പണിയെടുക്കേണ്ടി വരും. എനിവേ ലെറ്റ് us multiply them. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ a² r raised to p plus q പവറുകൾ ആഡ് ചെയ്യാണല്ലോ വേണ്ട. ഇവിടെ എന്റെ പവർ 1 ഇവിടെ 1 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് a² ആവുന്നത്. സോ p plus q minus 1 p minus q minus 1 plus q minus q പോയി കഴിഞ്ഞാൽ 2p minus 2 is equal to the product is mn. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ a² into r raised to 2p minus 2 is mn. ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. a² into r raised to 2p minus 1 is 2 into p minus 1 is equal to mn. ഇത് ആരുടെ സ്ക്വയർ ആണ്? ar raised to p minus 1 whole square ആണ്. a² r raised to 2 into p minus 1 is ar raised to p minus 1 whole square is equal to mn. Now this is pth term. ar raised to n minus 1 nth term ആണെങ്കിൽ ar raised to p minus 1 സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? pth term ആയിരിക്കും. So ar raised to p minus 1 is equal to square root of mn. അതാണ് AP pth term. Square root of mn. We have square root of mn in option B. Now let us. അപ്പോൾ നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 മുതൽ തുടങ്ങാം. So what is question number 16? If x, y, z are in GP, if 3 numbers are in GP, നമ്മൾ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് വായിച്ച് മൊത്തം വായിച്ചിട്ട് ഓരോന്ന് അനലൈസ് ചെയ്യല്ലോ നോക്കുക. അങ്ങനെ വായിക്കുന്നത് എന്താണ് അത്രയും ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലായിരുന്നത് അതാത് സമയത്ത് തന്നെ ചെയ്തു പോകാം. സോ if x, y, z are in GP, GP എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്.
Geometric progression common ratio on ഉണ്ടാവുക. So we can write second term divided by first term. Y by x is equal to z divided by y. Then we cross multiply that, we get y square is equal to zx. ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. മൂന്ന് നമ്പേഴ്സ് ജി പിയിലാണെങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ആണ്. സോ y is equal to root of zx വരും. അവിടുന്ന് നിങ്ങൾക്ക് y square is equal to zx നൽകാം. എന്നിട്ട് അടുത്ത ഡേറ്റ എന്താ തരുന്നത്? a raised to x is equal to b raised to y is equal to c raised to z. a raised to x is equal to b raised to y is equal to c raised to z. Where x, y, z are in GP, that is y square is equal to zx. എന്നിട്ട് a, b, c തമ്മിലുള്ള കണക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ലോഗിന്റെ ബേസ് ചേഞ്ചിങ് റൂൾ എന്താണെന്ന് അറിയുമെങ്കിൽ നമുക്ക് അവസാനം ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓപ്ഷൻ എല്ലാം കിടക്കുന്ന ലോഗ് സി ടു ദ ബേസ് എ ടു ദ ബേസ് ബി, എ ടു ദ ബേസ് ബി, ബി ടു ദ ബേസ് സി, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. Okay, so a raised to x is equal to b raised to y is equal to c raised to z. Now we can take log to the entire this equation. ഇതിന് മൊത്തത്തിൽ നമുക്ക് ലോഗ് എടുക്കാം. അപ്പോൾ ലോഗ് എടുക്കുന്ന സമയത്ത് ലോഗിന്റെ പവർ റൂൾ എന്താണ് നമുക്കറിയാം. ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസ് എ പി ജി പി മാത്രം അറിഞ്ഞാൽ പോരാ. ലോഗരിതത്തിന്റെ ബേസ് ചേഞ്ചിങ് റൂൾ, പവർ റൂൾ, അങ്ങനെ ഒത്തിരി കണ്ടന്റ് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുള്ളൂ. സോ പവർ റൂൾ ഓഫ് ലോഗരിതം എന്ന് പറയുന്നത് ലോഗ് ഓഫ് എം റൈസ് ടു കെ ടു ദ ബേസ് എ ഇസ് ഈക്വൽ ടു കെ ടൈംസ് ലോഗ് എം ടു ദ ബേസ് എ ആണ്. അത് അറിയാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബേസ് ചേഞ്ചിങ് റൂൾ ലോഗ് a to the base m divided by log b to the base m is equal to log of a to the base b എന്നിങ്ങനെ ബേസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആക്ച്വലി ബേസ് ചേഞ്ചിങ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതല്ല. log m to the base b is equal to log m to the base a into log a to the base b. ഇതാണ് പ്രോപ്പർ ബേസ് ചേഞ്ചിങ് റൂൾ. അതിൽ നിന്ന് ഒന്നും ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. Okay, anyway, നമ്മൾ ഇതിനെ ത്രൂ ഔട്ട് ലോഗ് എടുക്കുകയാണ്. സോ ലോഗ് ഓഫ് എ റൈസ് ടു എക്സ് ഈസ് എക്സ് ലോഗ് എ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ബി റൈസ് ടു വൈ ഈസ് വൈ ലോഗ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് സി റൈസ് ടു സെഡ് ഈസ് സെഡ് ലോഗ് സി. ഇങ്ങനെ ട്രിപ്പിൾ ഇക്വാലിറ്റി വരുമ്പോൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, അങ്ങനെ രണ്ട് ഈക്വൽ ടു സൈൻ വെച്ചിട്ട് മൂന്ന് എൻറ്റിറ്റീസിനെ കണക്ട് ചെയ്താൽ യു ക്യാൻ റൈറ്റ് അഗെയിൻ ഇസ് ഈക്വൽ ടു കെ ഓർ ലാംഡ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്ന് അഡീഷണലി നമ്മളെ വക ഒരു കോൺസ്റ്റന്റിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവിടുന്ന് നമുക്ക് എന്ത് കണക്ഷനാണ് കിട്ടേണ്ടത്? യു വാണ്ട് ടു ഫൈൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ എ ബി ആൻഡ് സി. അവിടെ വൈ സ്ക്വയർ ഈക്വൽ സെഡ് എക്സ് പറയുന്ന കണക്ഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് എക്സ് വൈ ആൻഡ് സെഡ് ഫ്രം ദിസ് ഇക്വേഷൻ ഇൻക്ലൂഡിംഗ് ദിസ് ലാംഡ. ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് വൈ സെഡ് എടുക്കുക, എന്നിട്ട് ഇവിടെ വൈ സ്ക്വയർ ഇസ് ഈക്വൽ സെഡ് എക്സ് പറയുന്ന കണക്ഷനിൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get a connection between A, B and C. Okay, so let us see what's going on here. Here x is equal to lambda divided by log A and y is equal to lambda divided by log B. Log B അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ z കിട്ടണേ z log C is equal to lambda ആണ്. So z is equal to lambda by log C. So z is equal to lambda divided by log c. Now we can substitute in this connection. A, B, C are in GP എന്ന് തുടക്കത്തിൽ തരുന്നത്. Y square equal to zx ഡയറക്റ്റ് തരുന്നതല്ല. They are giving x, y, z are in GP and we are getting y square is equal to zx from that connection. Now we can substitute this here. So y square is lambda square divided by log b the whole square is equal to zx is z is lambda divided by log c into x is lambda divided by log a. Now we can cancel or lambda from here. Lambda square, lambda all cancelled. Then 1 by log b the whole square is equal to 1 by log c into 1 by log a. Now let us interchange these logs. ഈ log a നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഒരു log b. Log b whole square is actually log b into log b. അതിൽ ഒരു log b നമുക്ക് RHSലേക്ക് ക്രോസ് ചെയ്യാം. So what we get? Log a divided by log b is equal to, ഇതിന് ഒരു log b അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്താൽ log b divided by log c. ഇനി നേരത്തെ നമ്മൾ ബേസ് ചേഞ്ചിങ് റൂൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു log a divided by log b is log of a to the base b and log b divided by log c is log b to the base c. So the entire answer is log a to the base b is equal to log b to the base c is the final result. Okay, now let us see the options. We can see log a to the base b is equal to log b to the base c in option B. Okay, so that is the right answer. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എക്സ് വൈ സെഡ് ആർ ഇൻ ജി പി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡാറ്റ ആയിട്ട് തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ y by x is equal to z by y അഥവാ y square is equal to zx എന്ന് പറയുന്ന ഇനീഷ്യൽ കണക്ഷൻ ആദ്യമേ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ a raised to x is equal to b raised to y equal to c raised to z നെ ലോഗ് എടുക്കുക. ലോഗ് എടുക്കുമ്പോൾ ലോഗിന്റെ പവർ റൂൾ അപ്ലൈ ചെയ്യുക. ഒരു ട്രിപ്പിൾ ഇക്വാലിറ്റി ആണ് വരുന്നത്. ഈക്വൽ ടു വൺസ് അഗൈൻ ഒരു ലാംഡയും കൂടി എടുത്തിട്ട് അവിടുന്ന് എക്സ് വൈ സെഡ് സോൾവ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് ലാംഡ. ഇൻ ടേംസ് ഓഫ് ലാംഡ ലോഗ് എ ലോഗ് ബി ആൻഡ് ലോഗ് സി. ലാംഡയുടെയും ലോഗ് എ ലോഗ് ബി ലോഗ് സിന്റെ ടേംസിലേക്ക് എക്സ് വൈ സെഡിനെ മാറ്റി എഴുതുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇൻ ദ റിലേഷൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് എക്സ്. സോ യു വിൽ ഗെറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ എ ബി ആൻഡ് സി. അതിൽ അവസാനം നമുക്ക് ലോഗ് എ ടു ദ ബേസ് ബി ബി ടു ദ ബേസ് സി എന്നൊക്കെ ഓപ്ഷനിൽ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ലോഗ് എ ബൈ ലോഗ് ബി ബൈ ലോഗ് സി എന്നൊക്കെ മാറ്റി എഴുതുന്നത്. വി ആർ using the base changing rule of logarithm. Okay, now let us go to next question.
pth, qth and rth term of a GP are ABC respectively, then a raised to q minus r, b raised to r minus p, c raised to p minus q is equal to. That is very easy. നിങ്ങൾ ടേംസിനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. So pth, qth and rth term of a GP are ABC എന്നാണ് പറയുന്നത്. So a is equal to pth term. Pth term is first term a1r. R is the common ratio raised to p minus 1. And b is qth term. So b is a1r raised to q minus 1. We know that the nth term of a GP is an is equal to ar raised to n minus 1. So pth term is a1r raised to p minus 1 and qth term is a1r raised to q minus 1. And c is rth term, that is a1r raised to r minus 1. This is being confused. Rth term. ഇവിടെ common ratio ആയിട്ട് നമുക്കൊരു r1 എന്ന് കൊടുക്കാം. Okay. Now what is the question? A raised to q minus r. So a raised to q minus r. A raised to q minus r is a raised to q divided by a raised to r into b raised to r minus p, that is b raised to r divided by b raised to p, finally c raised to p minus q. Like direct ആയിട്ട് ഇങ്ങനെ മൈനസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. This is a raised to q minus r into b raised to r minus p into c raised to p minus q. ഇതിൽ ഓരോന്നും നമുക്ക് a b c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a b c is a1 r1 raised to p minus 1 all raised to q minus r. There is no bracket here. Into a1 r1 raised to q minus 1 into r minus p into a1 r1 raised to r minus 1 whole raised to p minus q. Okay. Now this is equal to total a1 നോക്കി കഴിഞ്ഞാൽ a1 raised to q minus r, a1 raised to r minus p, a1 raised to p minus q. ഇതിൽ p, q, r ഓരോന്നും കറസ്പോണ്ടിങ് പോസിറ്റീവ് നെഗറ്റീവ് വന്ന് ആ a1 പാർട്ട് പൂർണ്ണമായിട്ട് ക്യാൻസൽ ആവും. q minus r plus r minus p plus p minus q is equal to 0 ആണ്. p പോസിറ്റീവ് plus p minus p വരും, q അതുപോലെ വരും, r ഒക്കെ അങ്ങനെ തന്നെ വരും. So a1 part is gone. Now r1 raised to p minus 1 into q minus r plus q minus 1 into r minus p plus r minus 1 into p minus q. Now let us open all these brackets. P minus 1 into q minus r is r1 raised to pq minus pr minus of q minus r. അപ്പോൾ മൈനസ് ഓഫ് ക്യൂ മൈനസ് ആർ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതുപോലെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പ്ലസ് ക്യു ആർ മൈനസ് പി ക്യു, ക്യു ആർ മൈനസ് പി ക്യു പ്ലസ് ആർ പി മൈനസ് ക്യു ആർ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടേമും കറസ്പോണ്ടിങ് പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് ക്യാൻസൽ ആയി പോകും. പി ക്യു മൈനസ് പി ആർ ആർ പി അഥവാ പി ആർ തന്നെ, പിന്നെ മൈനസ് പി ക്യു പ്ലസ് പി ക്യു, ഇതിലെല്ലാം കറസ്പോണ്ടിങ് പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആവും. ഇനി മൈനസ് 1 കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യൂ മൈനസ് ആർ, ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ അതും ക്യാൻസൽ ആയി പോകും. സോ മൈനസ് ഓഫ് ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ സൈക്ലിക് ഓർഡറിലാണ്. അപ്പോൾ അവിടെയും ഓരോന്നും കറസ്പോണ്ടിങ് പോസിറ്റീവ് നെഗറ്റീവ് വന്ന് ക്യാൻസൽ ആയി പോകും. സോ r1 raised to 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ പവർ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 0 ആയി പോകും. അത് a1ന്റെ പവർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ക്യൂ മൈനസ് ആർ, ആർ മൈനസ് പി, പി മൈനസ് ക്യൂ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. പക്ഷേ r1ന്റെ പവർ, കോമൺ റേഷ്യോന്റെ പവർ അത്ര തന്നെ എളുപ്പമല്ല. അവിടെ പി മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് ആർ, ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ പി ക്യൂ, ക്യൂ ആർ, ആർ പി അങ്ങനെ രണ്ടെണ്ണം വരുന്ന ഓരോ ടേമും കറസ്പോണ്ടിങ് പോസിറ്റീവ് നെഗറ്റീവ് 3 ടേംസ് സൂക്ഷിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. ഇവിടെ പി ക്യൂ ഉണ്ട്, ഇവിടെ മൈനസ് ഓഫ് പി ക്യൂ ഉണ്ട്, ഇവിടെ മൈനസ് പി ആർ ഉണ്ട്, ഇവിടെ പ്ലസ് ആർ പി ഉണ്ട്, അതുപോലെ ഇവിടെ മൈനസ് പി ക്യൂ മൈനസ് ക്യൂ ആർ പോസിറ്റീവ് ക്യൂ ആർ അങ്ങനെ മൊത്തത്തിൽ ക്യാൻസൽ ആയി പോകും. ഇവിടെ ക്യൂ മൈനസ് ആർ ആർ മൈനസ് പി പി അങ്ങനെ മൊത്തത്തിൽ ക്യാൻസൽ ആവും. So we get the power of r1 also equal to 0. So the entire answer is equal to 1. 1 is the overall answer. You can see 1 in option number B. Okay. This is actually very easy. നിങ്ങൾ ഈ pth, qth, rth ടേം എ ബി സി എന്ന് പറയുമ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫസ്റ്റ് എ എന്ന് പറയുന്നത് a1 r1 raised to p minus 1. സാധാരണ എ ആർ എന്നാണ് എടുക്കുക. എ എടുക്കുമ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് വേരിയബിൾസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആർത്ത് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ ആർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കോമൺ റേഷ്യോ നമ്മൾ ആർ യൂസ് ചെയ്യുന്നില്ല. പകരം r1 എന്നോ r ഡാഷ് എന്നോ അങ്ങനെ എന്തെങ്കിലും മാറ്റി കൊടുക്കുക, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, now let us go to next question.
If the third term of a GP is 4, then the product of first 5 terms is. ഇത് AP-ലും സാധാരണ ചോദിക്കുന്നതാണ്. Third term is 4, then find the sum of first 5 terms ആണ് പറയുന്നത്. ഇവിടെ സമ്മിന് പകരം പ്രൊഡക്റ്റ് ആണ്. വളരെ വളരെ എളുപ്പമാണ്. നമുക്ക് എടുത്ത് നോക്കാം. തേർഡ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് ടേംസിന് എങ്ങനെ എടുക്കാം? പ്രൊഡക്റ്റ് ആണല്ലോ ക്വസ്റ്റ്യൻ. സോ A/R², A/R. GP നമുക്ക് എങ്ങനെ എടുക്കാം? AR² എല്ലായ്പ്പോഴും AR², AR², അങ്ങനെ തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഫസ്റ്റ് ടേം ആയിട്ട് A/R², സെക്കൻഡ് ടേം A/R, ഇങ്ങനെ R ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതായിട്ട് എടുക്കാം. അതിനകത്ത് തേർഡ് ടേം ഈസ് 4 എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് തേർഡ് ടേം? A ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സോ A ഈസ് ഈക്വൽ ടു 4. ഇനി എന്താ ക്വസ്റ്റ്യൻ? ദെൻ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഫസ്റ്റ് 5 ടേംസ്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ R²/R², ഈ R² കൂടെ ക്യാൻസൽ ആവും. ഇവിടുത്തെ A/R, ഇവിടുത്തെ AR കൂടെ ക്യാൻസൽ ആവും. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രൊഡക്റ്റ് ഓഫ് first 5 terms is equal to A⁵ എന്ന് കിട്ടും. A⁵. The A is given to be 4. അത് A എന്ന് പറഞ്ഞിട്ടല്ല തന്നിട്ടുള്ളത്, തേർഡ് ടേം എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ആ തേർഡ് ടേമിന് നമ്മൾ A ആയിട്ട്, തേർഡ് ടേം A ആവുന്ന വിധം നമ്മൾ ഈ ടേംസിനെ ഇങ്ങനെ ചൂസ് ചെയ്താണ്. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കോമൺ റേഷ്യോ ക്യാൻസൽ ആവുന്ന വിധത്തിലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. Now that is A⁵ and A is 4. So we get 4⁵ or we can say 2�10. അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. 4⁵ ഓർ ചിലപ്പോൾ ഇവിടെ 4⁵ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ AR നിങ്ങൾ സാധാരണ GP-യിലെ ടേംസ് എടുക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ എടുത്താൽ ഇതെങ്ങനെയാണ് ചെയ്ത് ശരിയാക്കേണ്ടത് എന്ന് കൂടി നോക്കുക. സോ യു ക്യാൻ ടേക്ക് ടേംസ് ആസ്. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, നേരത്തെ പറഞ്ഞ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. AR, AR², AR³ AR⁴. These are the first 5 terms in which the third term AR² is given to be equal to 4. Now let us take the product of all these 5 terms. Product of 5 terms is equal to A അങ്ങനെ 5 എണ്ണം ഉണ്ടാവും. So A⁵. Then R ന്റെ പവർ 1 + 2 is 3 + 3 is 6 + 4 10. That is A⁵ R⁵10 is AR²⁵. A⁵5 R⁵10 AR²⁵ എന്ന് എഴുതാം. In which this AR² is 4. അങ്ങനെ AR²ന് 4 കൊടുത്താൽ അപ്പോഴും നിങ്ങൾക്ക് 4⁵5 അല്ലെങ്കിൽ 2�10 എന്ന് തന്നെ ആൻസറിലേക്ക് വരാൻ പറ്റും. Okay. Now let us go to next question. Question number 19. In a geometric progression consisting of positive terms ആണ്. ഫസ്റ്റ് ടേം പോസിറ്റീവ് ആവണം, കോമൺ റേഷ്യോ പോസിറ്റീവ് ആവണം, അപ്പോഴാണ് എല്ലാ ടേംസും പോസിറ്റീവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഓരോ സെന്റൻസുകളും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ടത്. എസ്പെഷ്യലി JEE മെയിൻ, അഡ്വാൻസ്ഡ് പോലുള്ള വലിയ പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ ചുമ്മാ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിൽ കാണുന്ന ഓരോ വാക്കുകൾക്കും എന്തൊക്കെയാണ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവുക, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അത് പ്രോബ്ലം ചെയ്യുന്നതിലേക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള കണക്ഷൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത് തന്നെ. ഓക്കെ. സോ കൺസിസ്റ്റിംഗ് ഓഫ് പോസിറ്റീവ് ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ഈസ് പോസിറ്റീവ് ആൻഡ് കോമൺ റേഷ്യോ ഈസ് ഓൾസോ പോസിറ്റീവ്. അത് ആദ്യമേ നമുക്ക് മനസ്സിലാക്കി വെക്കാം. A > 0, R > 0. ഇത് ഇങ്ങനെ തരുന്നതല്ല. ഫസ്റ്റ് ടേം ആൻഡ് കോമൺ റേഷ്യോ പോസിറ്റീവ് എന്നല്ല ക്വസ്റ്റ്യനിൽ തരുന്നത്. പ്രോഗ്രഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ടേംസ് പോസിറ്റീവ്, എല്ലാ ടേംസും പോസിറ്റീവ് ആണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഐഡിയയിലേക്ക് വരുന്നത്. ദെൻ ഈച്ച് ടേം ഈക്വൽസ് ടു സം ഓഫ് നെക്സ്റ്റ് 2 ടേംസ്. ഓരോ ടേം എന്താണ്? അടുത്ത 2 ടേംസിന്റെ സമ്മിന് ഈക്വൽ ആണ്. സോ എനി ടേം എന്ന് പറയുമ്പോൾ അത് nth ടേം ആയിക്കോട്ടെ. AN is equal to sum of the next 2 terms. നെക്സ്റ്റ് 2 ടേംസ് ആരൊക്കെയാണ്? AN+1 plus AN+2. ഇതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എനി ടേം, ഈച്ച് ടേം ഈസ് ഈക്വൽ ടു സം ഓഫ് ദി നെക്സ്റ്റ് 2 ടേംസ്. പ്രീവിയസ് 2 ടേംസ് ആയിരുന്നെങ്കിൽ AN is equal to AN-1 plus AN-2 എന്ന് എഴുതിയാണ്. നെക്സ്റ്റ് ആയതുകൊണ്ട്, സക്സീഡിംഗ് ടേംസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ദെൻ ദ കോമൺ റേഷ്യോ ഓഫ് ദിസ് പ്രോഗ്രഷൻ ഈസ് വെരി ഈസി. AN ഈസ് AR⁵n-1. AP ആണെങ്കിൽ A+n-1 into D ഓൾറെഡി പഠിച്ചതാണ്. GP ആവുമ്പോൾ AR⁵n-1 is equal to AN+1. n+1th term is AR⁵n and n+2th term is AR⁵n+1. എല്ലാത്തിനും ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. Now we can cancel A from all these terms. അപ്പോൾ A ക്യാൻസൽ ആയി പോകുന്നതിന് കുഴപ്പമില്ല. They are asked to only find the common ratio. കോമൺ റേഷ്യോ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് A ക്യാൻസൽ ആവുന്നതിന് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നമുക്ക് R⁵n-1 ഇവിടുന്ന് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. R⁵n-1 ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു R വരും, ഇവിടെ R² വരും. സോ വി ഗെറ്റ് R² plus R minus 1 is equal to 0. It's a quadratic equation in R. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 2 റൂട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട്. 2 റിയൽ റൂട്ട്സ് കിട്ടും. അതിൽ ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഓൾ ടേംസ് പോസിറ്റീവ് എന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് ടേം ആൻഡ് കോമൺ റേഷ്യോ മസ്റ്റ് ബി പോസിറ്റീവ്. അതുകൊണ്ട് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന 2 വാല്യൂസിൽ നെഗറ്റീവ് വാല്യൂവിനെ റിജക്ട് ചെയ്ത് പോസിറ്റീവ് വാല്യൂവിനെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. നൗ our solution is R is equal to -1 plus 4 minus root of B square is 1 minus 4 is 1 plus 4 all divided by 2.
So 1 minus 1 plus or minus root 5 by 2. Then minus 1 minus root 5 by 2 and negative ആയിരിക്കും. That could be rejected. So r is equal to root 5 minus 1 by 2 or minus root 5 minus 1 by 2. This is negative. Since this is negative, we can reject this. That is rejected. ഇത് കോമൺ റേഷ്യോ ആയ ഓൾട്ടർനേറ്റ് ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വരും. കോമൺ റേഷ്യോ നെഗറ്റീവ് ആയാലും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു ടേം പോസിറ്റീവ്, അടുത്ത നെഗറ്റീവ്, പിന്നെ നെഗറ്റീവ്, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോലെ. അപ്പോൾ സൈൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. സോ ദിസ് ഇസ് ദ റിക്വയർഡ് കോമൺ റേഷ്യോ. ഹാഫ് ഇൻറ്റു റൂട്ട് 5 minus 1. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. Half into root 5 minus 1 can be seen in option D. Okay, now let us go to next question. If the 10th term of a geometric progression is 9, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 10th term of a geometric progression അഥവാ ജി പി എന്ന് പറഞ്ഞാൽ AR raised to 9 ആണ്. എ പിന്റെ 10th term ആയിരുന്നെങ്കിൽ A plus 9 into D എന്ന് എഴുതും. ഇവിടെ ജി പി ആയതുകൊണ്ട് AR raised to 9. That is given to be equal to 9. 10th term 9 ആണ്. And 4th term is 4. What is 4th term? AR cube. All of you know. 5th term എന്ന് പറഞ്ഞാൽ AR raised to 4. 6th term AR raised to 5. അപ്പോൾ 4th term AR cube. nth term AR raised to n minus 1. That is the pattern. That is equal to 4. Then 7th term is equal to. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് എയും ആറും കണ്ടുപിടിക്കാം. എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ AR raised to 6 കൊടുത്താൽ നമുക്ക് 7th term കിട്ടും. So 7th term is AR raised to 6. So in order to find the 7th term, we have to get both A and R. For that, we can use this equation to solve both A and R. Okay. So this is equation number 1 and this is 2. We can divide these two equations. So let us apply 1 divided by 2 implies AR raised to 9 divided by AR cube is R raised to 6 is equal to 9 by 4. And we can take the 6th root to get R. പക്ഷേ ആറിൻ്റെ ആവശ്യമില്ല. 7th term ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 7th termൽ AR raised to 6 ആണ്. ആ AR raised to 6 തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ നോ നീഡ് ടു ഗെറ്റ് R raised to 6. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു R cube എടുത്താൽ A കിട്ടും. സോ R cube is equal to, let us take the square root. So 9 by 4ന്റെ square root 3 by 2. So if R raised to 6 is 9 by 4, then R cube is its square root 3 by 2. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. Now put R cube is equal to 3 by 2 in equation number 2 implies. So what we get? A into R cube is 3 by 2 is equal to 4. That implies A is equal to, we can cross this 2 and 3 to the RHS. That is 8 by 3. So A is 8 by 3 and R raised to 6 is 9 by 4. So what is A7? 7th term is AR raised to 6, in which A is 8 by 3 and R raised to 6 is 9 by 4. But now we get 3 in a cancel here. So we get 3 here and we can cancel 4 from here. So we get 2. 8 and 4 cancel is 2. Now 2 into 3 is equal to 6. So 7th term is 6. You can see the options and you can see 6 in option A. വളരെ സിമ്പിൾ ആണ്. സോ 10th term is 9 എന്ന് പറയുമ്പോൾ AR raised to 9 equal to 9 and 4th term is 4 എന്ന് പറയുമ്പോൾ AR cube equal to 4. രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ R raised to 6 കിട്ടും. നമുക്ക് 7th termൽ R raised to 6 ഡയറക്ട്ലി ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് 6 കണ്ടുപിടിക്കുക. 6th റൂട്ട് എടുക്കാനൊന്നും നമ്മൾ പോകുന്നില്ല. R raised to 6 അതുപോലെ കീപ്പ് ചെയ്യുന്നു. പക്ഷേ A കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ R ക്യൂബോ R raised to 9 അതിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമുണ്ട്. അതിനുവേണ്ടി R ക്യൂബ് കിട്ടാൻ വേണ്ടി we just take the square root and apply that R cube here. അതിലൂടെ A കിട്ടിക്കഴിഞ്ഞാൽ AR raised to 6ൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് A7ലേക്ക് പോകാം. ഓക്കെ, now let us go to next question. If 1 plus sin x plus sin square x plus etc. up to infinity is 4 plus 2 root 3 എന്നാണ്. 4 plus 2 root 3, then 0 less than x less than pi. 0 less than x less than pi means x is in the first quadrant. 0 to pi by 2 ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, pi by 2 to pi ആണ് സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ 0 to pi എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലോ സെക്കൻഡ് ക്വാഡ്രന്റിലോ ഉള്ള ആൻസേഴ്സ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തേക്കുന്നത് pi by 3, 2 pi by 3, pi by 6, pi by 3 ഇതെല്ലാം ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള വാല്യൂസ് ആണ്. 5 pi by 6 ആണെങ്കിൽ പോലും അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. 5 pi by 6 is actually 150 degree. That is also in second quadrant. അപ്പോൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് ചോദിക്കുന്നത്. ഇത് ഇൻഫൈനൈറ്റ് ജി പി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. A plus AR square plus etc. up to infinity. We call it S infinity. S infinity എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇൻഫൈനൈറ്റ് ജി പിന്റെ ഇൻഫൈനൈറ്റ് സമ്മിന്റെ ഫോർമുല A by 1 minus R ആണ്. ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 minus the common difference. So it's a GP with the first term 1 and common ratio sin x. That series is going like you are multiplying sin x for each term. Sin x ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. 1നെ sin x മൾട്ടിപ്ലൈ ചെയ്യുന്നു, വീണ്ടും sin x മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ sin square x ആവുന്നു, പിന്നെ sin cube x.
So it's a GP with the first term 1 and common ratio sin x. ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ മോഡ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഇവിടെ ഓക്കെ ആണ്. ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് sin x ആണ്. sin x ന്റെ മോഡുലസ് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുള്ളൂ. sin x is in between -1 and 1 അഥവാ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് sin x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ട്രിഗണോമെട്രിയിൽ നമുക്ക് sin x ന്റെ റേഞ്ച് അല്ലെങ്കിൽ മോഡ് sin x ന്റെ റേഞ്ച് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സ്മൂത്ത് ആണ്. So this summation is a by 1 minus r. 1 by 1 minus sin x is equal to 4 plus 2 root 3. നമുക്ക് ഇവിടെ റെസിപ്രോക്കൽസ് എടുക്കാം. 1 by 1 minus sin x ന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് 1 minus sin x കിട്ടും. 1 minus sin x is 1 by 4 plus 2 root 3. ഇവിടെ നമുക്ക് റാഷണലൈസ് ചെയ്യാം. 1 by 4 plus 2 root 3 ന്റെ കോഞ്ചുഗേറ്റ് 4 plus 2 root 3 ന്റെ കോഞ്ചുഗേറ്റ് 4 minus 2 root 3 ആണ്. അതുകൊണ്ട് നമുക്ക് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അതോടെ 1 minus sin x ആയി. 1 minus sin x ൽ നിന്ന് sin x കിട്ടും. sin x കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ x ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് ട്രിഗണോമെട്രിക് ഇക്വേഷൻസിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോ ഹിയർ 1 minus sin x is equal to 4 minus 2 root 3 divided by ഇവിടെ 4 minus 2 root 3 multiply ചെയ്യുമ്പോൾ 4 plus 2 root 3 into 4 minus 2 root 3 a plus b into a minus b which is a square minus b square. So 16 minus 12 is very simply 4 here. So 1 minus sin x is equal, we can divide this by 4. So 4 by 4 is 1 minus 2 root 3 divided by 4. അവിടെ ഒരു 2 കട്ടായി പോകും, ബാക്കി root 3 by 2 എന്ന് വരും. ഇവിടെ 1 എല്ലാം ക്യാൻസൽ ചെയ്ത് ആ നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കിയാൽ we get sin x is equal to root 3 by 2 and we know that sin of pi by 6 is sin of pi by 3 is root 3 by 2. അപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റോ സെക്കൻഡ് ക്വാഡ്രന്റിലോ ആണ് വരിക. സോ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വാല്യൂസ് ആർ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 3 ഓർ 2 പൈ ബൈ 3. 60 ഡിഗ്രി ഓർ 120 ഡിഗ്രി. 60 ഡിഗ്രീൻ്റെ സൈൻ എടുത്താൽ റൂട്ട് 3 ബൈ 2 കിട്ടും. 120 ഡിഗ്രീൻ്റെ സൈൻ എടുത്താൽ റൂട്ട് 3 ബൈ 2 കിട്ടും. ദിസ് ഇസ് ആക്ച്വലി പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ ട്രിഗണോമെട്രിക് ഇക്വേഷന് ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഇങ്ങനെ രണ്ട് ടൈപ്പാണ് ഉണ്ടാവുക. ഇവിടെ ആക്ച്വലി ജനറൽ സൊല്യൂഷൻ ആണ് നമ്മൾ പറയേണ്ടത്. ഇതിന്റെ ആക്ച്വലി ഇതിന്റെ സൊല്യൂഷൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു n പൈ പ്ലസ് -1 raised to n pi by 3 for all n belongs to z എന്നാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പറയേണ്ടത്. പക്ഷേ നമ്മൾ ഓപ്ഷൻ കണ്ടപ്പോഴേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് പറയുന്നുണ്ട്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്ന് പറയുന്നുണ്ട്. അതോടെ തന്നെ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഓപ്ഷൻസ് ഒക്കെ പരിശോധിച്ചു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള കുറേ വാല്യൂസ് ആണ് ഓരോ ഓപ്ഷനിലുള്ളത്. സോ ദ ബെസ്റ്റ് ചോയ്സ് ഈസ് പൈ ബൈ 3 ഓർ 2 പൈ ബൈ 3. ഇത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള നിങ്ങൾ ട്രിഗണോമെട്രി ചാപ്റ്ററിൽ നിങ്ങൾ നോട്ട് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. അപ്പോൾ അതും കൂടി നമ്മൾ സമയക്കുറവുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ്. Okay, now let us see the options. We can see pi by 3 and 2 pi by 3 in option A. Okay, now let us go to next question. What is next question? X equal to 1 plus a square plus etc. up to infinity where mod a less than 1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഇൻഫൈനൈറ്റ് GP ആണ്. Its first term is 1 and common ratio is a. ആ common ratio less than 1 ആണെന്ന് തന്നിട്ടുണ്ട്. Y is also the same thing. 1 plus b square etc. up to infinity. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇൻഫൈനൈറ്റ് GPന്റെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. Then the value of 1 plus ab plus a square b square, that is again an infinite GP. അത് വേറെ ഇൻഫൈനൈറ്റ് GP ആണ്. With the first term 1. അപ്പോൾ ഈ മൂന്ന് ഇൻഫൈനൈറ്റ് GPന്റെ ഫസ്റ്റ് ടേം 1 തന്നെയാണ്. പക്ഷേ its common ratio is AB. So the common ratio of first infinite GP is A and second is B and third is AB. ഇവിടെ എ ബി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. എ ബി എ സ്ക്വയർ ബി സ്ക്വയർ എ ക്യൂബ് ബി ക്യൂബ് അങ്ങനെ ഓരോ ടേം കഴിയുമ്പോൾ എ ബി എ ബി എ ബി എന്നാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എനിവേ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ, വൈ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി. വളരെ എളുപ്പമാണ്. എ ബൈ 1 മൈനസ് ആർ എന്ന ഫോമിലാണ് കൊടുക്കുന്നത്. എസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ. ഹിയർ ഇൻ ദിസ് കേസ് both these series A is 1 and B is A and B respectively. അപ്പോൾ അത് രണ്ടും നമ്മൾ കൊടുത്തു. Now we have to find 1 plus AB plus a square b square plus a cube b cube plus etc. up to infinity is equal to 1 by 1 minus ab എന്നാണ് കിട്ടുക. Because here common ratio is ab. എന്നിട്ട് ഇതിനെ നമ്മൾ x ന്റെ y ന്റെ ടേമിലേക്ക് കണ്ടുപിടിക്കണം. But we know only a and b. ഇവിടെ a b നമുക്ക് അറിയുള്ളൂ. ഈ s infinity is in terms of a and b. a and b നെ നമ്മൾ എന്ത് ചെയ്യണം? In terms of x and y ലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടി ചെയ്യേണ്ടത് find a from here. Find a into the term of x from here. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് convert a into the terms of x. Similarly, convert b into the terms of y by using second equation. എന്നിട്ട് അത് രണ്ടും ഇവിടെ a ക്കും b ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ you can convert this entire thing into the terms of x and y. Okay, so from here 1 minus a is equal to 1 by x and a is equal to, let us take this a to RHS and 1 by x to LHS. So 1 minus 1 by x is equal to x minus 1 divided by x. Very similarly,
1 minus b is equal to, we can take this 1 minus b to LHS, that is equal to 1 by y, and then again the same procedure, b is equal to 1 minus 1 by y is equal to y minus 1 divided by y. Now let us apply both this a is equal to x minus 1 by x and b is equal to y minus 1 by y in this expression. Okay, so 1 by 1 minus ab എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. That is equal to 1 by 1 minus a is x minus 1 by x and b is y minus 1 by y. Now let us multiply by xy in this numerator and denominator. Throughout xy multiply that xy divided by this one will become again xy. Numerator 1 xy ആവും, middle 1 xy ആവും. That minus of x minus 1 into y minus 1. Now let us open this bracket. ഇവിടെ xy അങ്ങോട്ട് cancel ആവും. So xy divided by xy minus of x minus 1 into y minus 1 is xy minus x minus y plus 1. We can cancel this xy and minus of xy. Now this is xy divided by. Okay students, so let us go to question number 23. The first term of GP whose second term is 2. Second term is 2 എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ എന്ത് എഴുതിയേക്കണം? സെക്കൻഡ് ടേമിനെ നമ്മൾ AR എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. So second term AR, first term A, second term AR, third term AR square അങ്ങനെയാണല്ലോ കൊടുക്കുക. So ഉടനെ we can write AR is equal to 2 and sum up to infinity is 8. എന്തായിരുന്നു sum up to infinity? S infinity is A by 1 minus R. So A by 1 minus R is equal to 8. These are actually two equations involving A and R. A യും R ഉം ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് A യും R ഉം സോൾവ് ചെയ്യാം. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? ദ ഫസ്റ്റ് ടേം ഓഫ് എന്നാണ്. അപ്പോൾ A മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ലെറ്റ് us take this 1 minus r to RHS. So a is equal to 1 minus r into 8. So a is equal to 8 minus 8r. Now we can substitute this 8 minus 8r in this equation. A is equal to 8 minus 8r. So this is equation number 1. So substituting a is equal to 8 minus 8r in equation number 1, that implies, so a into 8 minus 8r is equal to 2. We can cancel a 2 from both sides. Sorry. r into 8 minus 8r is equal to 2. Now we can cancel 2 from all these sides. So 4, and that is 1. Now let us open this bracket. So 4r minus 4r square is equal to 1. And let us take this entire things to the RHS. 4r minus 4r square to RHS. So 4r square minus 4r plus 1 is equal to 0. Now it's a quadratic equation in R. അവിടെ നമ്മൾ R സോൾവ് ചെയ്യുക. അതിൽ മോഡ് R ലെസ് ദാൻ 1 ഉള്ള വാല്യൂ എടുക്കണം. അതുപോലെ പറ്റുന്നതും പോസിറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ഓപ്ഷൻസിലെല്ലാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പിന്നെ രണ്ട് വാല്യൂ സോൾവ് ചെയ്യും, ഒരു വാല്യൂ പോസിറ്റീവ് ഒരു വാല്യൂ നെഗറ്റീവ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ രണ്ടും പോസിറ്റീവ് ഉള്ളത് പിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഫ്രം R is equal to, നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. സജസ്റ്റിംഗ് ടു നമ്പേഴ്സ്, their sum is -4 and product is -4 and product is 4. AC is 4. So two numbers are -2, -2 plus -2 sum എടുത്താൽ -4 വരും and their product is 4. Now we can factorize this. So 4r square minus 2r, again -2r plus 1 is equal to 0. Now let us take the common factors from these two terms. In 4r square and 2r we have a common factor of 2r into 2r minus 1. Here minus of -2r plus 1 is minus of 2r minus 1 is equal to 0. Now you can see 2r minus 1 is a common factor. അതും കൂടി പുറത്തേക്ക് എടുത്താൽ again 2r minus 1 is equal to 0. അഥവാ actually this is a perfect square. 4r square minus 4r plus 1 is a perfect square. That is 2r minus 1 whole square. അത് അവിടെ കാണുമ്പോഴേ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ഓർമ്മ വരികയാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് എഴുതി പോകാമായിരുന്നു. So this is 2r minus 1 whole square is equal to 0. So the value is r equal to 1/2. ഇത് a അല്ല, ഇത് r ആണ്, കോമൺ റേഷ്യോ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കണ്ടുപിടിക്കുക, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തായിരുന്നു? a is equal to 8 minus 8r എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അവിടെ കൊടുത്താൽ മതി. So put r is equal to 1/2 here. So a is equal to 8 minus 8 into 1/2 is 4 and 8 minus 4 is 4 itself. Okay. And let us see the options. 4 is there in option C. Okay, ഒരു പ്രാവശ്യം കൂടി ഒന്ന് പെട്ടെന്ന് വിശദീകരിച്ച് പോകും. സംഭവം വളരെ സിമ്പിളാണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് എ GP whose second term is 2. അപ്പോൾ സെക്കൻഡ് ടേം ഈസ് 2 എന്ന് പറഞ്ഞാൽ ഉടനെ AR is equal to 2 എന്ന് എഴുതുക. ദാറ്റ് ഈസ് വൺ ഇക്വേഷൻ ഇൻവോൾവിംഗ് A and R. അടുത്ത ഡാറ്റ ആൻഡ് ദ സം അപ്പ് ടു ഇൻഫിനിറ്റി ഈസ് 8. സം അപ്പ് ടു ഇൻഫിനിറ്റി ഈസ് A by 1 minus R is equal to 8. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ ഇൻവോൾവിംഗ് A and R. അപ്പോൾ AR ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് A യും R കണ്ടുപിടിക്കുക. അതിൽ R ചോദിച്ചിട്ടില്ല, ഫസ്റ്റ് ടേം ഓഫ് GP അഥവാ A മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, എനിവേ നമ്മൾ A is equal to 8 minus 8R എന്ന് കൊടുത്തു. അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 4r square minus 4r plus 1 is equal to 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അത് സോൾവ് ചെയ്യുമ്പോൾ r equal to 1/2 എന്ന് വരും. ആ r equal to 1/2, a equal to
8 minus 8r തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം is equal to 4 എന്ന് കിട്ടും. ഓക്കെ, now let us go to next question. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 24 പോകാം. ഇത് എന്താണ്, ഈ റെപ്രസെൻറ്റേഷൻ എന്താണ് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതെന്താണ് നമുക്ക് ആദ്യമേ ഒന്ന് പഠിക്കാം. സോ ഈ 0.423 എന്ന് എഴുതി ഈ 2നും 3നും നമ്മളിങ്ങനെ ഒരു ഡോട്ട് കൊടുത്താൽ ദാറ്റ് മീൻസ് ദിസ് യൂണിറ്റ്, ദ യൂണിറ്റ് 23 റിപ്പീറ്റ്സ് ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് ആണ്. അങ്ങനെയുള്ള ധാരാളം ഫ്രാക്ഷൻസ് നമുക്കറിയാം. അപ്പോൾ 0.3 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.3 അല്ല 1/3 നമ്മൾ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 0.3333 എക്സെട്ര. ഇതിങ്ങനെ എഴുതണമെന്നില്ല. 1/3 is equal to 0.3 എന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ടാൽ ആ ഒരു 0.3 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമുക്ക് ഒരു 23 divided by 9 is equal to 0.2323 divided by 99, 0.232323 ഇങ്ങനെ പോകും. അതിന് പകരം നമ്മൾ എന്ത് എഴുതിയാൽ മതി, 0.23 എന്നിട്ട് 2നും 3നും ഇങ്ങനെ ഒരു ഡോട്ട് കൊടുത്താൽ ദാറ്റ് മീൻസ് ദാറ്റ് യൂണിറ്റ് 23 റിപ്പീറ്റ്സ് ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് എന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഫ്രാക്ഷൻസ് നമ്മൾ ഫ്രാക്ഷൻസിന് നമുക്ക് p/q ഫോമിൽ റാഷണൽ ഫോമിൽ നമുക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഡെസിമൽ ഫോമിൽ എഴുതാം. ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ ഈ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എയ്തർ ടെർമിനേറ്റ്സ് ഓർ നോൺ ടെർമിനേറ്റ്സ്. ഇത് നോൺ ടെർമിനേറ്റിംഗിന് എക്സാമ്പിൾസ് ആണ്. ഈ 0.232323 അതുപോലെ 0.333 എക്സെട്ര ഇതൊക്കെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിലും ടെർമിനേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് p/q ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ p/q ഫോമിലേക്ക് ഫ്രാക്ഷൻസിനെ, നോൺ ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻസിനെ p/q ഫോമിലേക്ക് മാറ്റി എഴുതുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഏതൊരു നോൺ ടെർമിനേറ്റിംഗ് ഫ്രാക്ഷനെ എങ്ങനെ മാറ്റി എഴുതാം എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എനിവേ നമുക്ക് ആ ഡോട്ട് ഫോമിൽ നിന്ന്, ആ ഡോട്ട് റെപ്രസെൻറ്റേഷനിൽ നിന്ന് അതിനെ ഒന്ന് മാറ്റി എഴുതാം. ദിസ് ഇസ് ആക്ച്വലി 0.42323 etc. This unit 23 repeats infinitely many times. ആ 0.4 മാറ്റമൊന്നുമില്ല. 0.4 മുകളിലും കൂടി ഡോട്ട് ഉണ്ടായിരുന്നെങ്കിൽ 423 എന്ന് പറയുന്ന യൂണിറ്റ് ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. എനിവേ ഇതിന് നമ്മളൊരു y എന്ന് പേര് കൊടുക്കുക, x എന്നോ എന്ത് വേണമെങ്കിലും ലാംഡ എന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കാം. Now create two numbers having same integer part and same fractional part and different integer part. ഇപ്പോൾ ഈ 0.42323 ഇങ്ങനെ പോകുന്ന സമയത്ത് 0 is the integer part and 0.4232323 etc. is the fractional part. ഇത് നമുക്ക് വേണ്ട. ഇതിന് പകരം ഒരേ ഇന്റിജർ പാർട്ട്, ഒരേ ഫ്രാക്ഷണൽ പാർട്ടും ഡിഫറെന്റ് ഇന്റിജർ പാർട്ടും വരുന്ന രണ്ട് നമ്പേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള വഴി മൾട്ടിപ്ലൈ ബൈ 10, take 10y, so you get 4.232323 etc. Now you got a new number which has an integer part 4 and fractional part 0.232323 etc. Now take 1000y, 10y നെ ഒരു 100 കൂടി മൾട്ടിപ്ലൈ, 2 ഡിജിറ്റ് ഉണ്ട്, 2323 2 ഡിജിറ്റ് ഉണ്ട്. 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ 100 മൾട്ടിപ്ലൈ ചെയ്ത് 10y നെ 1000y ആക്കിയത്. Now this is ഈ 2 ഡെസിമലും കൂടി അങ്ങോട്ടേക്ക് മാറ്റിയാൽ 423.232323 etc. Now you got two numbers having different integer part. Integer part of first number is 4 and second number is 423. Different integer part and same fractional part. And fractional part നോക്കിയാൽ പക്ക സെയിം ആണ്. അപ്പോൾ ഈ നമ്പർ ആദ്യം ഡോട്ട് ഫോമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുക. അവിടെ അതൊരു നോൺ ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻ ആണ്. അതിനെ p/q ഫോമിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇത് തമ്മിൽ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ ഈ ഫ്രാക്ഷണൽ പാർട്ട് ക്യാൻസൽ ആവും. So let it be equation number 1 and this is 2. Now equation 2 minus 1 implies 1000y minus 10y is 990y is equal to 423 minus 4 is 419. ഇനി 0.232323 ഇതിങ്ങനെ അങ്ങോട്ടേക്ക് ക്യാൻസൽ ആയി പോകും. Now we can divide this 990 to the RHS and y is equal to 419 divided by 990 is the required.